നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയാണ് നമുക്കിന്ന് പഠിക്കാൻ പോണത്. അപ്പൊ നെയിമിങ്ങില് പല റൂൾസും നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട്, പല റൂൾസും പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. അതിന്റെ കൂടെ ഒരു 4-5 റൂൾസും കൂടി പഠിച്ചാൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള നെയിമിങ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ആദ്യം ഓരോ റൂള് പറയും, ആ റൂളിന്റെ ബേസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോട്ടാം. അപ്പൊ ഓരോ റൂളിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പൊ ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു ക്ലിയർ ആക്കിയാൽ മതി. ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ബേസിലാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിന് പേരിടുക. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ. കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, നെയിമിങ് കൊടുക്കുക. ഈ നെയിമിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർബണിന്റെ എണ്ണത്തിൽ കൊടുക്കുന്ന നെയിമിങ്ങിനെ പ്രിഫിക്സ് എന്നാണ് വിളിക്കുക. പ്രിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാലോ, ആദ്യം ചേർക്കണമെന്നാണ്. പ്രിഫിക്സും ഉണ്ട്, സഫിക്സും ഉണ്ട്. പ്രിഫിക്സ് ആണല്ലോ ആദ്യം ചേർക്കുന്നത്. നമുക്കറിയാം കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ അതിനെ മെത്ത് എന്നാണ് വിളിക്കുക. മെത്ത് അതിന്റെ പ്രിഫിക്സ് ആട്ടാം. 2 ആണെങ്കിൽ നമ്മൾ എത്ത് എന്ന് വിളിക്കും. 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻഡ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നണ്ണ്, 10 ഡെക്ക്. നമുക്ക് ശരിക്കും 1 മുതൽ 10 വരെ തന്നെ പഠിച്ചാൽ മതി. ഇനി 11 അൺഡെക്ക് എന്നും 12 ഡൊഡക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോകും. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ വരൂല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 1 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പ്രോബ്ലം ലെവലിൽ 1 മുതൽ 10 വരെ ചോദിക്കുള്ളൂ. അപ്പൊ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പ്രിഫിക്സ് കൊടുക്കുക. പ്രിഫിക്സ് പറഞ്ഞാൽ ആദ്യം ചേർക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇവര് സിംഗിൾ ബോണ്ട് മാത്രം ഉണ്ടാക്കിയവരാണെങ്കിൽ, ഈ കാർബൺ ആറ്റത്തില് സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളൂ എങ്കിൽ നമ്മൾ ANE എന്ന് സഫിക്സ് ചെയ്യും. സഫിക്സ് പറഞ്ഞ അവസാനം ചേർക്കുക. അപ്പൊ സിംഗിൾ ബോണ്ട് മാത്രം ഉണ്ടാക്കിയാണെങ്കിൽ നമ്മൾ ANE എന്ന് സഫിക്സ് ചെയ്യും. ഇതാണ് ഫസ്റ്റത്തെ റൂള്. കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ബേസിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകള് സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ ANE. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് നമ്മളിപ്പോ പറഞ്ഞില്ല. ആദ്യം സിംഗിൾ ബോണ്ടിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ANE സഫിക്സ് കൊടുത്താൽ ഇങ്ങനെ എഴുതിക്കൊള്ളട്ടാ. പേജ് ഞാൻ മറിക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കട്ടെ, വേഗം എഴുതിയെടുക്ക. ശരി, ഈ പേജൊക്കെ നമുക്ക് വീണ്ടും എടുക്കട്ടോ. ഞാനിപ്പോ ഇങ്ങനെ കവർ ചെയ്ത് പോവാണ്. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഏറ്റവും വലിയ ചെയിന് സെലക്ട് ചെയ്യണം. കോമ്പൗണ്ടിന് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം. പിന്നെ ഗിവ് ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ ആണ് കൊടുക്കേണ്ടത് ഫോർ ബ്രാഞ്ചസ്. അപ്പൊ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് ആണ്. ബ്രാഞ്ചുകൾക്ക് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. ബ്രാഞ്ചുകൾക്ക് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. അപ്പൊ ഈ ബ്രാഞ്ചുകൾ ആരൊക്കെയാണെന്നൊരു ചോദ്യം ഉണ്ടാവും. ബ്രാഞ്ചുകളായിട്ട് വരുന്ന ഒരാള് CH3 എന്നൊരു ബ്രാഞ്ചും CH3 CH2 എന്നൊരു ബ്രാഞ്ചും മാത്രമേ നമുക്ക് എക്സാമുകളിൽ ചോദിക്കുള്ളൂ. വേറെ 2-3 ബ്രാഞ്ചൊക്കെ ഉണ്ട്. ആദ്യം CH3 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ അല്ലേ. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ മീഥൈൽ എന്നാണ് വിളിക്കുക. നമ്മൾ മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ബ്രാഞ്ച് വരുമ്പോൾ YL എന്നാണ് ചേർക്കുക, മീഥൈൽ. 2 കാർബണുള്ള ബ്രാഞ്ചിനെ നമ്മൾ ഈഥൈൽ എന്ന് വിളിക്കും. അപ്പോ മീഥൈലും ഈഥൈലും ശരിക്കും ഇത് 2 മാത്രം മതി. ഇതേപോലെ ഇനി 3 കാർബൺ ഉണ്ടെങ്കിലേ CH3 CH2 CH2
ഞാനൊരു മൂന്നാമത്തെ കാർബൺ കണ്ടൊരു വര കൊടുക്കണം എന്തിനറിയോ? ആ വരയാണ് മെയിൻ കാർബണോട് ബോണ്ട് ഉണ്ടാക്കുക. ശരിക്കും കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കണ്ടേ? ഈ കാർബൺ 3 ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. 4ാമത്തെ ബോണ്ട് മെയിൻ ചെയിനോട് ഉണ്ടാക്കും. അതാണ് നമ്മൾ ആ വര കൊടുക്കണം കേട്ടോ. ഇതിന്റെ പേര് 3 കാർബൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൊഫൈൽ എന്ന് വിളിക്കും. അപ്പൊ മീഥൈലും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ 3 കാർബൺ. നമ്മൾ ബേസിക്കലി ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ഈ നിങ്ങൾക്ക് അഡീഷണൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, കാരണം നമ്മുടെ NCERT അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ കേസ് വന്നാല്, ഇതുവരെ എക്സാം ചോദിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കേസ് വന്നാലേ നോക്കൂ, ഇതൊരു ബ്രാഞ്ച് ആണ്, 3 കാർബണുള്ള ബ്രാഞ്ച് ആണ് അല്ലെ. പക്ഷെ ആ ബ്രാഞ്ചിൽ തന്നെ ഒരു കാർബൺ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഐസോപ്രൊപ്പൈൽ. ഇതുകൂടി നിങ്ങൾ ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കാം. എക്സാം ചോദിക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ചോദിക്കൂല. 3 കാർബണുള്ള ബ്രാഞ്ച് നേരെ പോയാൽ പ്രൊപ്പൈല്. ഒരു കാർബൺ ഇങ്ങനെ പൊന്തി നിൽക്കണമെങ്കിൽ അതിന്റെ പേരെന്താ? ഐസോപ്രൊപ്പൈൽ. ഇതിൽ തന്നെ പല ടൈപ്പ് ഇനിയുണ്ട്, അതൊന്നും നമുക്ക് എക്സാമിന് ആവശ്യമില്ല. അപ്പൊ ഇത്തരം പഠിച്ചൊക്കെ മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല്. പ്രൊപ്പൈൽ തന്നെ ഇങ്ങനെ വന്നാല് ഈ പ്രൊപ്പൈലും ഐസോപ്രൊപ്പൈലും വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ? 3 കാർബൺ സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോ പ്രൊപ്പൈല്, ഒരു കാർബൺ ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഐസോപ്രൊപ്പൈൽ. ഇതാണ് ബ്രാഞ്ചുകളുടെ പേര്. അപ്പൊ എന്താ പരിപാടി? ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം, പിന്നെന്താ ലീസ്റ്റ് നമ്പർ കൊടുക്കണം ഫോർ ബ്രാഞ്ച്. എതിർത്തോ? അപ്പൊ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മള് ചെറിയ ക്ലാസ് പഠിച്ചാ വിട്ടാം. അപ്പൊ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ കൂടെ എഴുതിക്കോളൂ. CH3 CH2 CH CH3 CH3 ഇങ്ങനെ കോമ്പൗണ്ടിന്റെ പേരിടാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ അല്ലേ കിട്ടുള്ളൂ, 4 കാർബണുള്ള ചെയിൻ. അതിൽ മാറ്റമൊന്നുമില്ല. നമ്പർ കൊടുക്കുമ്പോൾ ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരണം. അപ്പോ ലെഫ്റ്റ് എണ്ണാൻ പാടില്ല, റൈറ്റ് എണ്ണണം. ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 4 കൊടുക്കുക. 2ാമത്തെ കാർബണിലാണ് ആര് വന്നത്? CH3 വന്നത്. CH3ന്റെ പേരെന്താ? മീഥൈൽ. അപ്പൊ അതിന്റെ പേര് കിട്ടിയിട്ടുണ്ടാവും 2 മീഥൈൽ. ഇങ്ങനെയാണ് എഴുതാം. 2ാമത്തെ പൊസിഷനിൽ മീഥൈൽ. ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു വേർഡ് വരുമ്പോ, ഒരു നെയിം വരുമ്പോ അവർക്കിടയിൽ ഒരു ഹൈഫൺ കൊടുക്കണം കേട്ടോ. റൂളാണ് 2 മീഥൈൽ. 4 കാർബൺ ആകുമ്പോ ബ്യൂട്ടാണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ആണ്. 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഈ മീഥൈലിനും ബ്യൂട്ടൈൻക്കൊന്നും ഇടയിൽ സ്പേസ് പോലും ഉണ്ടാവാൻ പാടില്ല. കണ്ടിന്യൂസ് ആക്കി എഴുതണം. ഒക്കെ റൂളാണ്. 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് ഇതിന്റെ പേര്. നമുക്കറിയാം, സിമ്പിൾ. എഴുതിയല്ലോ. അടുത്തത് ഇപ്പൊ ഫസ്റ്റത്തെ കേസ് പറഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെ കേസ് വരിക. CH3 CH CH3 CH CH3 CH2 CH3. നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചാൽ മതി. ആകെ ഒരു 10 റൂളേ പഠിക്കാനുള്ളൂ. CH3 CH CH3 CH CH3 CH2 CH3. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചാവും. ഇവിടെ നമ്മൾ 2 ബ്രാഞ്ച് വരുന്നുണ്ട് അല്ലെ. CH3 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ എണ്ണുമ്പോ ഇവിടെ 1 കൊടുത്താൽ 2ാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് വരും. എന്നാൽ ഈ സൈഡിൽ നിന്നാണെങ്കിൽ 1 കൊടുത്ത് 2 കൊടുത്ത് 3ാമത്തെ പൊസിഷനിൽ വരുള്ളൂ. അപ്പൊ ഇവിടുന്ന് തന്നെയാ മതി. 1 കഴിഞ്ഞ് 2, പിന്നെ 3, 4, 5. ഇനി ഈ ഭാഗത്ത് ഒരു കുട്ടി എണ്ണാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. ഇവിടെ അപ്ലിക്കബിൾ ആയ റൂളിന്റെ പേര് ലോവസ്റ്റ് സം റൂൾ എന്നാണ് ഇതിനെ വിളിക്കട്ടെ. നമുക്ക് റൂളായിട്ട് ചോദിക്കൊന്നുമില്ല, ഏറ്റവും ചെറിയ സം ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം എണ്ണാണെങ്കിലേ 2ലും 3ലും അല്ലേ ഉള്ളത്. 2 + 3 = 5 ആണ്. എന്നാൽ ഇവിടെ നിങ്ങോട്ട് എണ്ണുമ്പോ 3 + 4 = 7 ആണ്. എവിടുന്ന് എണ്ണുമ്പോഴാണോ ലോവസ്റ്റ് സമ്മ് കിട്ടുക അത് സെലക്ട് ചെയ്യണം എന്നാണ് ലോവസ്റ്റ് സം റൂൾ എന്നാണ് അതിനെ വിളിക്കുക.
റൂളായിട്ട് ചോദിക്കൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നിങ്ങൾ ശരിക്ക് ഒന്ന് രണ്ടാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് വന്നു, ഇവിടുന്ന് എണ്ണുമ്പോ മൂന്നാമത്തെ പൊസിഷനിൽ വന്നു, നമുക്കത് നോക്കിയാൽ മതി. പക്ഷെ യഥാർത്ഥത്തിൽ ആ റൂൾ എന്താണ്? സമ്മ് ചെയ്തിട്ട് ലോവസ്റ്റ് സമ്മ് എടുക്കണം എന്നല്ല. അപ്പൊ ഇത് നമുക്ക് വേണ്ട. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ പേരിടുമ്പോ 2ലും മീതയിലുണ്ട്, 3ലും മീതയിലുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 2,3 ഡൈമീഥൈൽ. 2ലും 3ലുമായിട്ട് 2,3 ഡൈമീഥൈൽ. മൊത്തം 5 കാർബൺ ഇല്ലേ? പെന്റെയിൻ. 2,3 ഡൈമീഥൈൽ പെന്റെയിൻ എന്ന് കിട്ടും. ഇനി ഇതിൽ തന്നെ ഇങ്ങനെ കേസ് വരിക. ഇതൊക്കെ ആദ്യത്തെ ഒരു 4-5 റൂൾ നിങ്ങൾ പഠിച്ചതാവട്ടോ, അതുകൊണ്ടാണ് ഒന്ന് സ്പീഡ് പറയണത്. 10th പഠിച്ചതായിരിക്കും. ഇവിടുന്ന് എണ്ണുമ്പോ 1, 2, 3, 4. രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണ് രണ്ടാളുള്ളത്. ഈ CH3 ഉള്ളതും ഈ CH3 ഉള്ളതും രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ പേരെങ്ങനെ വരിക? 2,2 എന്ന് എഴുതാം. രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണ് രണ്ടാളെങ്കിലും ഒരു 2 കൊടുത്താൽ പോരാ, 2 പ്രാവശ്യം 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ വ്യത്യസ്ത പൊസിഷൻ ആകുമ്പോ പൊതുവെ കുട്ടികള് നമ്പർ 2, 3 എന്നൊക്കെ കൊടുക്കും, ഇവിടെ കൊടുത്ത പോലെ. ഒരേ പൊസിഷൻ ആണെങ്കിൽ പോലും അങ്ങനെ എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും പ്രാവശ്യം നമ്പർ പറയണം. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ അതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനോട് കടക്കാൻ പോവാണ്. CH3 CH CH3 CH CH2 CH3 CH2 CH3. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പേരൊന്ന് ഇടുകയാണെങ്കിൽ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ ചെയിനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇതായിരിക്കും ഏറ്റവും വലിയ ചെയിൻ. ഈ നേരെ മുകളിലോട്ട് എണ്ണിപ്പോയാലും ചെയിന്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് നിങ്ങൾ എവിടെ നമ്പർ കൊടുക്കുന്നു വെച്ചാലേ, ഇവിടെ 1 കൊടുത്താൽ രണ്ടാമത്തെ പൊസിഷനിൽ CH3, മൂന്നാമത്തെ പൊസിഷനിൽ CH2 CH3, 4, 5 അല്ലെ? ഇനി ഇവിടെ നിന്നാണെങ്കിൽ 1, 2, 3, 4, 5. വ്യത്യസ്ത ബ്രാഞ്ച് ആണെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ലോവസ്റ്റ് സം റൂൾ ആണ്. ഈ വ്യത്യസ്ത ബ്രാഞ്ച് ആയിക്കോട്ടെ ഞാറായിക്കോട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ലോവസ്റ്റ് സം റൂൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നമ്പറിംഗ് അല്ലേ കൊടുക്കേണ്ടത്? കാരണം 2+3 അവിടെ നിന്നുമ്പോ 3+4. വേറെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല കേട്ടോ. വ്യത്യസ്ത ബ്രാഞ്ചുകൾ ആണെങ്കിൽ പോലും നമ്മൾ ലോവസ്റ്റ് സം റൂൾ ആണ് കൊടുക്കേണ്ടത്. അതൊന്നും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഈ ക്വസ്റ്റ്യൻക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ പറയാൻ പോവാം. നമ്മൾ ചെയ്യും. ഇതില് CH3 CH2 എന്ന ബ്രാഞ്ച് ഉണ്ട്. ഇതിന്റെ പേര് ഈഥൈൽ എന്നാണ്. ഈഥൈൽ. CH3 എന്നൊരു ബ്രാഞ്ച് ഉണ്ട്. ഇതിന്റെ പേര് മീഥൈൽ എന്നാണ്. വ്യത്യസ്ത ബ്രാഞ്ചുകൾ വരുമ്പോ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പേരിടേണ്ടത്. അപ്പൊ മീഥൈലുണ്ട്, ഈഥൈലുണ്ട്. അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം ആദ്യം ആര് എഴുതണം? ഈഥൈലിന് എഴുതണം. അപ്പൊ അതിന്റെ പേരെങ്ങനെ വരും? 3-ethyl. അത് പോയിന്റ് ആട്ടോ, അത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നിങ്ങൾ പേരിടേണ്ടത്, നെയിം ഇട്ട പേരിടേണ്ടത്. 3-ethyl. പിന്നെ 2-methyl pentane എന്നാണ് ഇതിന്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞ റൂളൊക്കെ ഉണ്ട്. ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു വേർഡ് വരുമ്പോ ഇവന് ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നോക്കൂ, ഒരു വേർഡ് കഴിഞ്ഞിട്ട് നമ്പർ വരുമ്പോ അവിടെ എല്ലാം ഹൈഫൺ ഉണ്ട്. ബിറ്റ്വീൻ നമ്പർ ആൻഡ് നെയിം, ബിറ്റ്വീൻ നമ്പർ ആൻഡ് വേർഡ് there should be a hyphen. Between two numbers there should be a comma. അവിടെ ഒരു കോമ വേണം.
ഞാൻ തമ്മിൽ ഇട്ടു. രണ്ട് വേർഡുകൾക്കിടയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, സ്പേസ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പേരിട്ടല്ലോ, 3 ഈഥൈൽ 2 മീഥൈൽ പെന്റേൻ. അപ്പോ ഇതിനോട് കണക്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ CH3 CH2 CH CH3 CH CH2 CH3 CH2 CH3 ഒരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ പേരിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ പറയാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചോളൂ. പൊതുവെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ കൊടുക്കുമ്പോൾ ഇവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 അല്ലെ. ഇവിടുന്ന് എണ്ണുമ്പോഴോ 1 2 3 4 5 6. ഇവിടുത്തെ കുഴപ്പം എന്താ മനസ്സിലായെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും 3ലും 4ലും അല്ലേ ആൾക്കാർ വന്നിട്ടുള്ളത്. രണ്ട് സൈഡിൽ എണ്ണുമ്പോഴും 3ലും 4ലും ആണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഏത് നമ്പർ സെലക്ട് ചെയ്യും? അപ്പോൾ ഏത് നമ്പർ സെലക്ട് ചെയ്യും? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? രണ്ടിലേതെടുക്കാം. ഒരു ഇതാണ്. പക്ഷെ രണ്ടിലേതെടുത്താലും രണ്ട് ഉത്തരല്ലേ കിട്ടുക. കാരണം 3ലുള്ളത് മീഥൈലാണ്, 4ലുള്ളത് ഈഥൈലാണ്. അത് പേര് മാറുമല്ലോ. ഒരാൾക്ക് 2 പേരിടാൻ തന്നെ മോശമല്ലേ? വെരി ഗുഡ്. അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്പറിങ്ങിനടക്കം ആൽഫബറ്റിക്കൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ 4ാമത്തിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കൂ. അവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറും നമ്പറും കൂടെ ഒരു ബന്ധമില്ല. കാരണം ആരാണോ ആദ്യം വന്നത് അയാൾക്കാണ് എന്ത് ചെയ്തത്, ബേസിലാണ് നമ്മൾ പേരിട്ടത് അല്ലെ, ലോവസ്റ്റ് സം റൂൾ. എന്നാൽ രണ്ട് സൈഡിൽ നിന്നും ഒരേ പൊസിഷൻ ആണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ ഈസ് കൺസിഡേർഡ് ഇൻ നമ്പറിംഗ് ആൾസോ. നമ്പർ കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൺസിഡർ ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പയർ തന്നെ പഠിക്കണുണ്ടാവും. പൊതുവെ കുട്ടികൾക്ക് മിസ്റ്റേക്ക് എന്താ അറിയോ, എല്ലാ സമയത്തും അവർ ആൽഫബറ്റിക്കൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്പർ കൊടുക്കുന്ന സമയത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോ മാത്രം? രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ പൊസിഷൻ ആണെങ്കിൽ മാത്രം. അപ്പൊ അതിന്റെ പേര് എഴുതിക്കോളൂ. എഴുതുമ്പോ എപ്പോഴും ആൽഫബറ്റിക് ഓർഡർ ഉണ്ടാവും. 3 ഈഥൈൽ 4 മീഥൈൽ 3 ഈഥൈല് 4 മീഥൈൽ മൊത്തം 6 ഹെക്സെയിൻ എന്ന് പറയും. 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സെയിൻ, അതാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ 4ഉം 5ഉം നിങ്ങൾ കമ്പയർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ എഴുതിയെടുക്കണ്ടോ? എല്ലാം സ്ക്രീൻഷോട്ട് ഒക്കെ നിൽക്കട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കൂടെ എങ്ങനെ എഴുതി പോവാ. ഓക്കെ, അപ്പൊ ആ പറഞ്ഞ പോയിന്റ് ഒക്കെ അവിടെ നോട്ട് ചെയ്തോളൂ. രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ പൊസിഷൻ ആണെങ്കിലാണ് നമ്പർ കൊടുക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിന് പ്രാധാന്യം വരിക. അപ്പൊ പതുക്കെ പുതിയ പുതിയ റൂൾസിലോട്ട് കടക്കാൻ പോവാട്ടോ. എഴുതില്ലേ? പേജ് മറിക്കുന്നുണ്ട്. ഓക്കെ, 6ാമത്തെ ഇത് പുതിയ റൂളാട്ടോ. നമ്മള് ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോഴേ ഒന്നിലധികം ലോങ്ങസ്റ്റ് ചെയിൻ വന്നു സങ്കല്പിക്കാം. നമ്മളിങ്ങനെ എണ്ണുമ്പോ ഒന്നിലധികം ലോങ്ങസ്റ്റ് ചെയിൻ വന്നു. അപ്പോൾ അതിൽ ഏത് ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം കൂടുതൽ ബ്രാഞ്ചുള്ള ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. കൂടുതൽ ബ്രാഞ്ചുള്ള ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോളൂ. ഇഫ് മോർ ദാൻ 1 എഴുതിക്കൊള്ളട്ടാ. ഇഫ് മോർ ദാൻ 1 ലോങ്ങസ്റ്റ് ചെയിൻ പ്രസന്റ്.
ഒന്നിലധികം ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടെങ്കിൽ then chain with more number of branch is selected. Chain with more number of branch is selected. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് റെഡി ആക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. നിങ്ങൾ ഇതൊന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 1 2 3 4 5 6 7 നേരെ എണ്ണുമ്പോ 7 കിട്ടിയില്ലേ? ഇനി ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് പോയേക്കാം. 1 2 3 4 5 5 അപ്പൊ അത് കാര്യമില്ല. നിങ്ങൾ റൈറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് പോയേക്കി. 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ലോങ് ചെയിൻ കിട്ടിയെന്ന് ഉറപ്പല്ലേ? ഇതാണ് ഒരു ലോങ് ചെയിൻ. നിങ്ങൾ പറ, ഈ ലോങ് ചെയിനിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? പറ, എത്ര ബ്രാഞ്ച് ഉണ്ട്? ഒറ്റ ബ്രാഞ്ച് ഉള്ളൂ. ഈ ലോങ് ചെയിനിൽ ഒറ്റ ബ്രാഞ്ച് ഉള്ളൂ. ഓക്കെ, ഈ ലോങ് ചെയിനിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2. അങ്ങനെ വരുമ്പോ ഈ ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇഫ് മോർ ദാൻ 1 ലോങ്സ്റ്റ് ചെയിൻ പ്രസന്റ്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ബ്രാഞ്ച് ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. സിമ്പിൾ റൂൾ ആണ്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ചെയിന്. ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്തോളൂ. നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരണം. അതിലൊന്നും മാറ്റം ചേട്ടോ. ആ റൂളൊക്കെ അവിടെ അപ്ലിക്കബിൾ ആണ്. ബാൻ ചെയ്തോളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ താഴത്തുനിന്നായിരിക്കും ഉണ്ട് നിങ്ങൾ. കാരണം 1 കൊടുത്താൽ രണ്ടാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്, മൂന്നാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്, പിന്നെ 4 5 6 7 അങ്ങനെ പോകും. അപ്പൊ അതിന്റെ പേര് എഴുതുമ്പോൾ ആദ്യം ഈഥയിലാട്ടോ, കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ. 3 ethyl, 2 methyl, 3 ethyl, 2 methyl heptane. 3 ethyl, 2 methyl heptane. Ready? കിട്ടില്ലോ? നല്ല പോയിന്റ് കേട്ടോ. ഒന്നിലധികം ലോങ്സ്റ്റ് ചെയിനുകൾ വന്നാൽ അപ്പോൾ അതിൽ കൂടുതൽ ബ്രാഞ്ചുള്ള ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോമ്പൗണ്ട് ഒക്കെ വരുമ്പോഴേ അങ്ങനെ സംഭവിക്കുള്ളൂ. അത്യാവശ്യം വലിപ്പം ഉണ്ടാവണം, അപ്പോഴേ ഇതിന് പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നോക്കണ്ട. ഓക്കെ, എഴുതിയല്ലോ. അടുത്തൊരു പ്രശ്നം എന്താ അറിയോ? ഒരു ബ്രാഞ്ച് വരും, ആ ബ്രാഞ്ചിൽ തന്നെ വേറെ ബ്രാഞ്ച് വരും. ഈ സ്ക്രീനിൽ വർക്ക് ചെയ്യട്ടെ മക്കളെ, ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടില്ല, എന്റെ ആവശ്യമൊന്നും ചെയ്യില്ല, നിങ്ങൾ ചെയ്യില്ലല്ലോ. ശ്രദ്ധിക്ക, ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിൽ തന്നെ വേറെ ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ കേസ് ഉണ്ട്.
നമുക്ക് സാധാ പോലെ ബ്രാഞ്ച് ഉണ്ട് നമുക്കറിയാം. ആ ബ്രാഞ്ചിൽ തന്നെ വേറെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെ പേരിടും? അത് നമ്മൾ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റൻ ആട്ടോ. അപ്പൊ അതിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. ഓക്കെ, ഈ ഒരു കേസ് ഇതിൽ നിങ്ങൾ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യും. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നേരല്ലേ പോവാ. 1 2 3 അതിൽ എണ്ണുമ്പോ 1 2 3 4, ഇവിടുന്ന് എണ്ണുമ്പോ 1 2 3 4 രണ്ട് സെയിം അല്ലേ? എവിടുന്ന് എണ്ണ 1 2 3 4 5 6 7 അങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല. ഇവിടത്തെ അല്ലേ ബ്രാഞ്ച്? ഈ ബ്രാഞ്ച് നോക്കൂ, ആ ബ്രാഞ്ചിൽ തന്നെ വേറെ ബ്രാഞ്ച് കാണില്ലേ? ഉണ്ട്. പക്ഷെ ഇതിനൊരു സ്പെഷ്യൽ പേരുണ്ട് അല്ലെ? ഓർമ്മ ഉണ്ട് ഇതിന്റെ പേര്? 3 കാർബണുള്ള ബ്രാഞ്ച്, അതിലൊന്നിങ്ങനെ ബ്രാഞ്ചായി നിൽക്കുക. ഐസോപ്രോപ്പൈൽ. ഐസോപ്രോപ്പൈൽ, വെരി ഗുഡ്. അപ്പൊ ഈ സാധനം കണ്ടാൽ മനസ്സിലാവണം, ഇറ്റ് ഈസ് ഐസോപ്രോപ്പൈൽ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാധാ പോലെ പേരിടാം. 4ാമത്തെ പൊസിഷനിലാണ് ഐസോപ്രോപ്പൈൽ ഉള്ളത്. വെരി സിമ്പിൾ. 4ാമത്തെ പൊസിഷനിലാണ് ഐസോപ്രോപ്പൈൽ ഉള്ളത്. മൊത്തം 7 കാർബൺ ഉണ്ട്. ഇതിന്റെ പേര് ഹെപ്റ്റെയ്ൻ. 4 ഐസോപ്രോപ്പൈൽ ഹെപ്റ്റെയ്ൻ. അപ്പൊ ഇവിടെ ബ്രാഞ്ച് വന്ന കേസാണ്, പക്ഷെ ഇതിന് സ്പെഷ്യൽ പേരുള്ളതുകൊണ്ട് ആ പേര് ഞാൻ കൊടുത്തു. അപ്പൊ ബ്രാഞ്ച് വരുമ്പോ അങ്ങനെ സ്പെഷ്യൽ പേരുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. സ്പെഷ്യൽ പേരുള്ളതുകൊണ്ട് അത് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അങ്ങനെ സ്പെഷ്യൽ പേര് ഇല്ലാത്ത ഒരാളാണ്. അത് NCERT ക്വസ്റ്റ്യൻ ആട്ടോ, NCERTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ NCERT ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. ഇത് എഴുതിയല്ലോ, അടുത്ത പേജ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി ചെയ്ത് പഠിച്ചാൽ തെറ്റാ. ഇതിന്റെ പുറത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂല, എല്ലാ റൂളും നമ്മൾ ചെയ്യും. ഇതാ എഴുതിക്കോളൂ. CH3 CH2 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 CH, താഴത്തേക്ക് ഒരു CH2 CH3. അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ ചോദിക്കുള്ളൂ കേട്ടോ, കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ റൂളാണ്. അപ്പൊ പിന്നെ അതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കൂല. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതല്ലോ. ഏറ്റവും വലിയ ചെയിൻ നേരെ പോയാൽ മതി. 1 2 3 4 5, 1 2 3 4 5 രണ്ട് സെയിം ആട്ടോ. 1 2 3 4 5 6 7 8 9. ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്. പക്ഷെ ആ ബ്രാഞ്ചിനെ പറ്റി എന്താ, ആ ബ്രാഞ്ചിൽ തന്നെ വേറെയും ബ്രാഞ്ചുകൾ വന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ മതി. ബ്രാഞ്ചിൽ തന്നെ വേറെ ബ്രാഞ്ച് വന്നാല് അതിന് നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ പേരില്ലല്ലോ, ഇത് ഐസോപ്രോപ്പൈൽ ഒന്നും അല്ലല്ലോ. അങ്ങനെ വരുമ്പോഴേ ശ്രദ്ധിച്ചോട്ടെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബ്രാഞ്ചിനെ
ഞാൻ വീണ്ടും നമ്പർ കൊടുക്കാൻ പോവാണ്. ഈ ബ്രാഞ്ചിന് വീണ്ടും നമ്പർ കൊടുക്കാൻ പോവാണ്. എവിടുന്ന് കൊടുക്കണ്ട അറിയോ? മെയിൻ ചെയിനോട് ബോണ്ട് ഉണ്ടാക്കിയ കാർബൺ ഉണ്ടല്ലോ, അതിന് 1 എന്ന് കൊടുക്കണം. ഇത് 2, ഇത് 3. നമുക്ക് റൂള് താഴത്ത് എഴുതട്ടോ. ആദ്യം ഞാൻ ക്വസ്റ്റ്യനിലൂടെ പഠിപ്പിക്കുകയാണ്. ബ്രാഞ്ചിനുള്ളിൽ ബ്രാഞ്ച് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ആ ബ്രാഞ്ചിന് സെപ്പറേറ്റ് നമ്പർ കൊടുക്കുക. എവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ആ മെയിൻ ചെയിനോട് ബോണ്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പറ, ഇത് എത്ര കാർബണുള്ള ബ്രാഞ്ചാ എണ്ണിയത് പ്രകാരം? നിങ്ങൾ പറയും, എണ്ണിയത് പ്രകാരം എത്ര കാർബണുള്ള ബ്രാഞ്ചാണ്? 3 കാർബണുള്ള ബ്രാഞ്ചാണ്. ഈ 3 കാർബണുള്ള ബ്രാഞ്ചിനെ നമ്മള് പ്രൊപ്പൈൽ എന്നല്ലേ വിളിക്കാം? 3 കാർബൺ നേരെ നമ്മൾ പ്രൊപ്പൈൽ എന്ന് വിളിക്കാം. എന്നാൽ ആ പ്രൊപ്പൈലിന്റെ രണ്ടാമത്തെ പൊസിഷനില് 2 മീഥൈലുണ്ട്. ശരിയല്ലേ? 3 കാർബണുള്ള ബ്രാഞ്ചാണ്. ആ പ്രൊപ്പൈലിന്റെ രണ്ടാമത്തെ പൊസിഷനില് 2 മീഥൈൽ അഡീഷണൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ പേര് എഴുതുമ്പോ സിമ്പിൾ ആയിരിക്കും. ഏത് പൊസിഷനിലാണ് ഈ ബ്രാഞ്ച് വന്നത്? 5-ലല്ലേ? അപ്പൊ ഞാൻ 5 എന്ന് എഴുതും, ഹൈഫൺ ഇടും. ഇനി നോക്കിയോളൂ, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതൊക്കെ നമുക്ക് റൂളൊക്കെ ചെയ്തിട്ടാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പറ, 3 കാർബണുള്ള ബ്രാഞ്ച്, അതിൽ രണ്ടാമത്തെ പൊസിഷനിലല്ലേ മീഥൈലുള്ളത്? അപ്പൊ ഞാൻ എഴുതി നോക്കൂ, 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ. എന്നിട്ട് ആ ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്തു. എന്നിട്ട് മൊത്തം 9 കാർബൺ അല്ലേ? നൊനേ. ഇതാണ് ഇതിന്റെ പേര്. ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിനർത്ഥം എന്താ? 9 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് നൊനൈൻ, അതിന്റെ 5-ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? പ്രൊപ്പൈൽ ഉണ്ട്. 5-ാമത്തെ പൊസിഷനിൽ പ്രൊപ്പൈൽ ഉണ്ട്. ആ പ്രൊപ്പൈലിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഉണ്ട്. ഇപ്പോ ഈ കോമ്പൗണ്ടിന്റെ കംപ്ലീറ്റ് കാര്യം അവിടെ കിട്ടിയില്ലേ? ആ കോമ്പൗണ്ടിന്റെ കംപ്ലീറ്റ് കാര്യം ആ പേരിൽ വന്നല്ലോ. ഇങ്ങനെയാണ് പേരിടുന്നത്. അപ്പൊ എന്തൊക്കെ നിങ്ങൾ ചെയ്യും പറ? ബ്രാഞ്ചിനുള്ളിൽ ബ്രാഞ്ച് വന്നാൽ ആ ബ്രാഞ്ചിന് സെപ്പറേറ്റ് നമ്പർ കൊടുക്കുക. വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിക്കൊള്ളാം. ആ ബ്രാഞ്ചിന് സെപ്പറേറ്റ് നമ്പർ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മെയിൻ ചെയിനോട് ബോണ്ട് ഉണ്ടാക്കിയ കാർബൺ ഉണ്ടല്ലോ, അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. മെയിൻ ചെയിനോട് ബോണ്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എണ്ണുമ്പോ എത്ര കാർബണുള്ള ബ്രാഞ്ച് കിട്ടും, അതിൽ ഏതൊക്കെ സ്ഥലത്ത് ബ്രാഞ്ചുകൾ ഉണ്ട് ചെക്ക് ചെയ്യുന്നു, റെഡിയാക്കുന്നു. ആ ബ്രാഞ്ചിന് പേരിടുമ്പോ ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം എന്താ അറിയാം? ഈ ബ്രാക്കറ്റ് ഇല്ലാതൊരു കുട്ടി 5, 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ എന്ന് എഴുതിയാലേ ഈ 5ഉം 2ഉം 2 ഒരാൾ കൂട്ടി വായിച്ചിട്ട് അത് 5-ലും 2-ലും 3 സ്ഥലത്താൻ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ സാധനം ഇങ്ങനെ ബ്രാക്കറ്റിലാക്കിയാൽ പിന്നെ അങ്ങനെ ധാരണ വരൂലല്ലോ. 5-ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. 5-ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. ഏത് ബ്രാഞ്ച്? പ്രൊപ്പൈലാണ് ആ ബ്രാഞ്ച്, ഒരു സംശയം വേണ്ട. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഉണ്ട്. 5, 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ നൊണൈൻ. ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യൂട്ടാ. ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്താണ് ഇത് എപ്പോഴും ആവശ്യം വരിക. മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ബ്രാഞ്ചിൽ ബ്രാഞ്ച് വന്നാൽ ബ്രാഞ്ചിന് സെപ്പറേറ്റ് നമ്പർ കൊടുക്കുക. ബ്രാഞ്ചിന്റെ പേര് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. ഇത്ര ശ്രദ്ധിക്കണ്ട. ബ്രാഞ്ചിന്റെ പേര് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. ഞാൻ ഇവിടെ തന്നെ ഇതിന്റെ വേറെ എക്സാമ്പിൾ തരാൻ ശ്രമിച്ചാലേ കോമ്പൗണ്ട് ഇഞ്ഞും വലുതാവും. അങ്ങനെ നമ്മൾ ഇടങ്ങറായി പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട സ്ഥലം വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അവിടെ തരാം ഞാൻ.
എഴുതില്ലേ? കുറച്ച് ബുദ്ധിമുട്ടാവുന്ന അറിയാം, പക്ഷെ നിങ്ങൾ ഈ തന്നെ പഠിച്ചു ചോദിക്കണം. ഈ ഒരു സാധനം ചോദിക്കും, ഇതുവരെ ചോദിച്ചിട്ടില്ല. NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചോദിക്കുകയാണെങ്കിൽ പിന്നെ തന്നെ ചോദിക്കോളൂ. റെഡി? ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാൻ മറക്കരുത്. ശരി, എഴുതില്ല. ഇത് ഇനി ക്വസ്റ്റ്യൻ വേറെ വരും കേട്ടോ. ഇതൊന്നും കൂടി ചെയ്ത് നോക്കണം എന്ന് ടെൻഷൻ അടിക്കണ്ട, ഒന്നും കൂടി ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചെയ്ത എല്ലാം എന്താണ്? സിംഗിൾ ബോണ്ട് ഉള്ള സാധാ ടൈപ്പാണ്. ഇനി ഹെഡിങ് എഴുതിക്കോളൂ. സൈക്ലിക് ആയ കോമ്പൗണ്ടുകൾ വരും. സൈക്ലിക് ആയ കോമ്പൗണ്ട് വരും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ റിംഗ് ടൈപ്പ് കോമ്പൗണ്ട് വരും. ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ട് റിംഗ് പറഞ്ഞുതരാം. CH2 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 CH2. 4 കാർബണുള്ള റിംഗ് ആണ് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആണ് ANE അല്ലെ? സൈക്ലിക് അല്ലേ? നിങ്ങൾ ഒരു പണിയില്ല, ആദ്യം സൈക്ലോ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ പേരെന്താ? സൈക്ലോ ബ്യൂട്ടേൻ. നേരെ പോകുമ്പോൾ നമ്മൾ ബ്യൂട്ടേൻ എന്ന് പറയും. സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ ബ്യൂട്ടേൻ എന്ന് പറയും. പരിപാടി കഴിഞ്ഞല്ലോ. സൈക്ലോ ബ്യൂട്ടേൻ. എന്നാ പിന്നെ ഇതിന്റെ പേര് നിങ്ങൾക്ക് എഴുതിക്കോളൂ. ഓർമ്മ ഉണ്ട് എങ്ങനെയൊക്കെ? ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. ഇങ്ങനെ വര കൊടുക്കണ പരിപാടി നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പറ, അതിൽ എത്ര കാർബൺ റാ? 5. അപ്പൊ അതിന്റെ പേരെന്താ? സൈക്ലോ പെൻഡെയ്ൻ. സൈക്ലോ പെൻഡെയ്ൻ അല്ലെ? എന്നാ വേഗം എഴുതിക്കോളൂ. ഞാൻ ടെക്സ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഇവിടെ എങ്ങനെ വരാം, ഇവിടെ എങ്ങനെ വരാം. ഒരു പണിയില്ല. ഇവിടെ റിംഗിൽ എത്ര കാർബൺ ഉണ്ട്? 6. അപ്പൊ അത് സൈക്ലോ ഹെക്സൈൻ ആണ് അല്ലെ? സൈക്ലോ ഹെക്സൈൻ. പക്ഷെ ഒരു സാധനം ഇങ്ങനെ പൊന്തിക്കണില്ലേ? ഇത് മീതയിലല്ലടാ. ഇവിടെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഇത് മീതയിലാണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഈ രണ്ടാമത്തെ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 3. അപ്പൊ ഇതിന്റെ പേരെന്താ? പ്രൊപ്പൈൽ. പ്രൊപ്പൈൽ. സാധാ പ്രൊപ്പൈൽ അല്ലേ? ഐസോപ്രൊപ്പൈൽ എന്നല്ലല്ലോ, സാധാ. ഞാൻ ബോണ്ടിലെ റെപ്രസെന്റേഷൻ പഠിപ്പിച്ചോ പറഞ്ഞിട്ടുണ്ട്. ഒരു കാർബൺ ഇങ്ങനെ ഓരോ മുക്കും മൂലയും കാർബണാണ്. അപ്പൊ ഒന്നും ഇങ്ങോട്ട് തെന്നി നിന്ന അർത്ഥം എന്താ? അതൊരു കാർബണാണ്. ഓരോ കോർണറും എൻഡും എല്ലാം കാർബണാണ്. അപ്പൊ നിങ്ങൾ ഇതിന് സാധാ പോലെ പേരിടണ്ടേ? പേരിടുമ്പോ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോ നിങ്ങൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും പറ? 1 മീതയിൽ കൊടുത്താൽ 3 പ്രൊപ്പൈൽ വരും അല്ലെ? ഇങ്ങനെ ഉണ്ടാണെങ്കിൽ 1 2 3. ഇനി പ്രൊപ്പൈലിൽ 1 കൊടുത്താൽ മീതയിൽ 3 വരും. ശരിയല്ലേ? അതായത് ഈ സൈക്കിളിനാണല്ലോ നമ്പർ കൊടുക്കുക. സൈക്കിൾ അല്ലേ മെയിൻ. ഇവിടെ 1 കൊടുക്കുന്നു, ഇവിടെ 2 കൊടുക്കുന്നു, ഇവിടെ 3, പിന്നെ 4ഉം 5ഉം 6 ഒക്കെ പോയിക്കോട്ടെ. അപ്പൊ 1 മീതയിൽ വന്നാൽ 3 പ്രൊപ്പൈൽ തിരിച്ചു വരൂലേ? 1 പ്രൊപ്പൈൽ വന്നാൽ 3 മീതയിൽ. അപ്പൊ റൂൾ ഓർമ്മ ഉണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ. വെരി ഗുഡ്. അതായത് 2 സൈഡിൽ നിന്നും ഒരേപോലെ നമ്പർ വന്നാൽ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കണം. അപ്പൊ ABCD ഇങ്ങനെ പറഞ്ഞു നോക്കാം. M ആണോ P ആണോ ആദ്യം വരിക? M. LMNOP അല്ലെ? M ആണ് ആദ്യം വരിക. അപ്പൊ ഞാനിപ്പോ ഈ നമ്പർ ശരിയല്ലേ? 1 2 3 4 5 6. അപ്പൊ നേരത്തെ പറഞ്ഞ റൂളൊക്കെ ഇവിടെ ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യൂട്ടാം.
ആ പേര് പറഞ്ഞോളൂ. എങ്ങനെ നിങ്ങൾ എഴുതും? ഒരാൾ പറഞ്ഞോണ്ട് എനിക്ക്. 1-methyl 3-propyl cyclohexane. Yes, 1-methyl 3-propyl cyclohexane. അപ്പോ സൈക്ലിക് കോമ്പൗണ്ട് വരുമ്പോ സൈക്ലോ എന്ന് ചേർത്ത് എഴുതണം. അതിൽ ബ്രാഞ്ച് വരുമ്പോ പഴയ റൂൾ തന്നെ അപ്ലൈ ചെയ്യണം, വേറൊരു മാറ്റമില്ല. രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോ ഈ ചില കുട്ടികൾ പരിസരത്ത് ഇങ്ങനെ എണ്ണിക്കൂടെയും ചോദിക്കും. ഒരു കുട്ടി ഇങ്ങനെ എണ്ണാണ്. സ്ട്രക്ചർ ഒന്നും എഴുതുന്നുണ്ട്. ഇന്നും കൊണ്ടുപോകണാണല്ലോ. എത്ര ദിവസമായി കഴിഞ്ഞിട്ട്? മക്കളെ ഇവിടെ കേക്കണ്ട്, ഇവിടെ കേക്കണ്ട്, ഇവിടെ കേക്കണ്ട്. ആ പറഞ്ഞ ഇവിടെ കേക്കണ്ടിട്ടാ. ഈ കോമ്പൗണ്ടിന് ഒരാൾ ഇങ്ങനെ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടാവും. ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? പേര്, നമ്പർ? ഇതായിരുന്നു ഉണ്ടാത്ത്. ഹലോ, ഷോർട്ട് നമ്പർ കൊടുക്കണ്ടേ? നോ പറയുന്നുണ്ട്. വെരി ഗുഡ്. എന്താ കാരണം? അപ്പൊ നിങ്ങൾ ലോവസ്റ്റ് സം റൂൾ നോക്കിയാൽ മതി. ഇവിടെ സം റൂൾ നോക്കുമ്പോഴേ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്? 1-ലും 5-ലും 1 + 5 ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ഇവിടെ 1-ഉം ഇവിടെ 3-ഉം അല്ല വന്നത്. 1 + 3 = 4 ആണ്. അതുകൊണ്ട് ആദ്യം കൊടുത്ത പോലെ കൊടുക്കണം. അപ്പൊ എപ്പോഴും ആ റൂളൊക്കെ തന്നെയാണ് അപ്ലൈ ചെയ്യട്ടോ. നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. 1 + 5 = 6. അപ്പൊ ലോവസ്റ്റ് സം. ഇത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ NCERT ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യും ഇതേപോലെ സാധനം. NCERT ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. ഇതിന് നമ്പർ കൊടുക്കുക, പേരിടുക. ഏറ്റവും മുകളിൽ നിങ്ങൾ മനസ്സിലായില്ലേ? ഏറ്റവും മുകളിലുള്ള ബ്രാഞ്ച് ഏതാ? 2 ഇങ്ങനെ കിട്ടില്ലേ? അതൊരു ബ്രാഞ്ചാണോ 2 ബ്രാഞ്ചാണോ? ഒരു ബ്രാഞ്ച്. ഇങ്ങനെ നടത്തുന്ന ഇങ്ങനെ നടത്താം മക്കളെ. 2 ബ്രാഞ്ചാണ്. എടാ ഇതല്ലേ മെയിൻ. ഈ മെയിൻ കാർബണിന്ന് അങ്ങോട്ട് തള്ളു, ഇങ്ങോട്ട് തള്ളു. അപ്പൊ 2 വേറെ വേറെ ബ്രാഞ്ച് അല്ലേ? നോക്കണ്ട, അതിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. അത് 2 വേറെ വേറെ ബ്രാഞ്ചാണ്, ഒറ്റ ബ്രാഞ്ച് അല്ല. ഒരു ബ്രാഞ്ച് ആകുമ്പോ ഒരു കാർബണിന്ന് അടുത്ത കാർബൺ വരണ്ടേ? ഇത് മെയിൻ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് തള്ളു, ഇങ്ങോട്ട് തള്ളു. അപ്പൊ 2 വേറെ വേറെ ബ്രാഞ്ചാണ്. അപ്പൊ ഈ മുകളിൽ നിൽക്കുന്ന 2 ബ്രാഞ്ചും ആരാ? ഓരോ കാർബണല്ലേ ഉള്ളൂ. അപ്പൊ ആരാണ്? അപ്പൊ മുകളിൽ 2 മീഥൈൽ ഉണ്ട്. ഈ താഴത്താരുള്ളത്? ഈഥൈൽ. വെരി ഗുഡ്. അപ്പൊ ഇത് 2 മീഥൈൽ, താഴെ ഈഥൈൽ. ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ നമ്പർ കൊടുക്കൂ. നല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒക്കെ NCERT ക്വസ്റ്റ്യൻ ആണ്. ഇതന്നെ എക്സാം ചോദിക്കുള്ളൂ. ഇത്രയും കാലം NCERT ക്വസ്റ്റ്യനാ പ്രോബ്ലത്തിൽ ചോദിക്കുള്ളൂ കേട്ടോ. നമുക്ക് അതന്നെ ചെയ്ത് പഠിക്കാം. അതിന്റെ കൂടെ റൂള് പറയണ്ടെങ്കിലും. ഇവിടെ നിങ്ങൾ മീഥൈൽ നിന്ന് പുറപ്പെട്ടോ ഈഥൈൽ നിന്ന് പുറപ്പെട്ടോ? ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്.
മീഥൈൽ നിന്നാണോ പുറപ്പെട്ടത്, ഈഥൈൽ നിന്നാണോ പുറപ്പെട്ടത്? നിങ്ങൾ നിർബന്ധമായിട്ടും പുറപ്പെടേണ്ടത് മീഥൈൽ നിന്നാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിന് കാരണം എന്താ അറിയോ? ഈ ഒന്നാമത്തെ പൊസിഷനിൽ 2 ബ്രാഞ്ച് ഇല്ലേ? അപ്പോ ലോവസ്റ്റ് സം റൂൾ നോക്കുകയാണെങ്കിലേ പറ, ഈ ഒന്നാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച്, 1-ൽ തന്നെ അടുത്ത ബ്രാഞ്ച്, 3-ൽ ഒരു ബ്രാഞ്ച് അല്ലെ? മൊത്തം കൂട്ടുമ്പോ 5. ഒരു കുട്ടി ഈഥൈൽ പുറപ്പെടുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പൊ 1-ൽ ഒരു ബ്രാഞ്ച്, 3-ൽ 2 ബ്രാഞ്ച്, ആ മൊത്തം 7. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് 1-ലധികം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ പൊസിഷൻ നോക്കുമ്പോ. ഇവിടെ ഒരു മീഥൈലും ഒരു ഈഥൈലും മാത്രമാണെങ്കിൽ എവിടെ നിങ്ങൾ പുറപ്പെടുക? ഒരു മീഥൈലും ഒരു ഈഥൈലും ഇതാ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഇത്ര ഉള്ളു. ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക, ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മീഥൈലും ഒരു ഈഥൈലും ആണെങ്കിൽ നിങ്ങൾ ഈഥൈൽ നിന്ന് പുറപ്പെടും. ആൽഫബറ്റിക്കൽ ഓർഡർ ഓർമ്മയില്ലേ? കാരണം 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും സം റൂൾ സെയിം ആണ്. ഇവിടെ സം റൂൾ സെയിം അല്ല. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ പേരുകൾ ഇട്ടോളൂ. പേര് ഇപ്പൊ ഏകദേശം ആയല്ലോ. പേരെന്താ? ആദ്യം എഴുതേണ്ട ആൽഫബറ്റിക് ഓർഡറാണ്, അതിൽ മാറ്റില്ല കേട്ടോ. പേര് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ആൽഫബറ്റിക് ഓർഡറാണ്. 3-ethyl. 1,1-dimethyl cyclohexane. Yes, 1,1 dimethyl cyclohexane. 3-ethyl 1,1 dimethyl cyclohexane. ഹൻഷിത പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഹൻഷിതന്റെ പേരിൽ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് ചാറ്റ് ചെയ്ത് നന്നായി. ഈഥൈന്റെ അവസാനം ഒരു ഇ ഉണ്ട്, ഡൈമീഥൈന്റെ അവസാനം ഒരു ഇ ഉണ്ട്. ഹെക്സൈന്റെ സ്പെല്ലിംഗ് നോക്കട്ടാ, സ്പെല്ലിംഗ് നോക്കണേ. അതുകൊണ്ട് ഞാനൊരു ചാറ്റ് ചെയ്യാതിരിക്കണ്ട. അപ്പോഴല്ലേ നമുക്ക് ആ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം സിംഗിൾ ബോണ്ട് മാത്രമാണ്. ഇനി ഡബിൾ ബോണ്ട് ഉള്ള കേസ് വരും, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കേസ് വരും. അവിടെ എല്ലാം ഇതേ റൂളിന്റെ അപ്ലിക്കേഷൻ വരും കേട്ടോ. ചെറിയ മാറ്റങ്ങളല്ല, ഇതേ റൂൾ തന്നെ ചില അഡീഷണൽ പോയിന്റുകൾ വരും. അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ള കേസ് പറഞ്ഞു, അത് സൈക്ലിക് ആവുമ്പോഴുള്ള കേസ് പറഞ്ഞു. ഇനി ഒരു പണിയില്ല, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AN ചേർക്കുന്നതിന് പകരം ENE എന്ന് ചേർക്കണം. AN ചേർക്കുന്നതിന് പകരം ENE ചേർക്കണം. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ചേർക്കണം. ENE ചേർക്കണം, അതുപോലെ YNE ചേർക്കണം. ഇനി ഒരു പോയിന്റ് കൂടി ഇവിടെ ഞാൻ പറയും. ഈ ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ ട്രിപ്പിൾ ബോണ്ട് ആയിക്കോട്ടെ, ഇതിന് മോർ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇമ്പോർട്ടൻസ് കൂടുതലാണ് ആരെക്കാളും അറിയോ? ബ്രാഞ്ചിനെക്കാളും. നമ്മൾ ഇതുവരെ കുറെ മീഥൈലൊക്കെ വന്നില്ലേ, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ ഡബിളും ട്രിപ്പിൾ ബോണ്ടൊക്കെ? കാരണം ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ ഒരുമാതിരി സ്വഭാവമൊക്കെ മാറുമല്ലോ. അപ്പൊ ഈ 3 പോയിന്റ് പഠിക്കുക. ഡബിൾ ബോണ്ട് വന്നാൽ EN ചേർക്കണം, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ YN ചേർക്കണം. ഈ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനൊക്കെ ബ്രാഞ്ചിനെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ, ആദ്യം നമുക്ക് സാധാ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ.
ഇതാ ഒരു കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3. ഇതിൽ ബ്രാഞ്ച് ഒന്നുമില്ല, ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എണ്ണുമ്പോൾ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കൊടുക്കണം, അതിലൊന്നും മാറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എണ്ണാണെങ്കിൽ ഇവിടുന്ന് എണ്ണല്ലേ, നോക്കട്ടെ 1 2 3 4 5. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നില്ല കേട്ടോ. 2നും 3നും ഇടയിൽ വന്നാൽ 2ൽ വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ പേര് ഞാൻ എഴുതാണ്. ഇവിടെ 5 കാർബൺ ഇല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പെന്റ് എന്ന് എഴുതും അല്ലെ, നമ്മൾ പഠിച്ചല്ലേ. പ്രിഫിക്സ് എന്താണ്, പെന്റ്. ഇനി എന്താ സഫിക്സ് ചെയ്യേണ്ടത്, ENE. സഫിക്സ് ചെയ്യേണ്ടത് ENE. പക്ഷെ ENE എത്രാമത്തെ പൊസിഷനില്ല, രണ്ടാമത്തെ പൊസിഷൻ ആയതുകൊണ്ടേ പെന്റ് 2ene എന്ന് എഴുതാം. പെന്റ് 2ene. പണ്ട് ഇതിനെ 2 എന്ന് വിളിച്ചിരുന്നുണ്ടാവും. ഇങ്ങനെ എഴുതാൻ തെറ്റൊന്നുമില്ല, പക്ഷെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇങ്ങനെ എഴുതാം. ആ ഡബിൾ ബോണ്ടിന് തൊട്ട് മുമ്പ് അതിന്റെ പൊസിഷൻ എഴുതണം, പെന്റ് 2e. ഇത് എങ്ങനെ എഴുതാൻ കേട്ടോ, ഇങ്ങനെ തെറ്റാണ്. തെറ്റെന്നല്ല, ഇങ്ങനെ എഴുതാറില്ല പാലും. പെന്റ് 2e. അപ്പോ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്തു, നമ്പർ കൊടുത്തു, പേര് എഴുതി. നമ്മൾ നേരത്തെ എഴുതിയപ്പോ എങ്ങനെയായിരുന്നു, അവസാനം ANE ആയിരുന്നു, അതിന് പകരം ENE, തൊട്ട് മുമ്പ് അതിന് പൊസിഷൻ. വേഗം പോട്ടെ. ഇവിടെ അങ്ങനെ CH3 ഉണ്ട്, ഇവിടെ ഇങ്ങനെ പോയി, ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട്. വേഗം പേരിട്ടോളൂ. റെഡി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നമ്പർ കൊടുക്കും. നമ്പർ കൊടുക്കുമ്പോ നിങ്ങൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് എണ്ണി വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എണ്ണി ഉണ്ടാവും. കാരണം ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ, ബ്രാഞ്ചിനല്ല. 1 2 3 4 5. സാധാ പോലെ പേരിടും. 4 മീഥൈൽ. 4 മീഥൈൽ 5 കാർബണുള്ള കോമ്പൗണ്ട് അല്ലേ, അതില് ഒന്നാമത്തെ പൊസിഷനിലല്ലേ നമ്മൾ ആളുള്ളത്. അപ്പൊ എന്റെ പേരെന്താ, പെന്റ് 1e അല്ലെ. നാലാമത്തെ പൊസിഷനില് മീഥൈലുണ്ട്, പെന്റാണ് 1e. 4 മീഥൈൽ പെന്റ് 1. ഇങ്ങനെ പോയിന്റ് ഉണ്ട്. ഒരാളെ പൊസിഷൻ 1 ആണെങ്കിൽ അത് എഴുതണം നിർബന്ധമില്ല. ഒരാളെ പൊസിഷൻ 1 ആണെങ്കിൽ അത് എഴുതാൻ നിർബന്ധമില്ല. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെ എഴുതാം, 4 മീഥൈൽ പെന്റി. അപ്പൊ പൊസിഷൻ പറയാതെ എന്തെങ്കിലും എഴുതിയാൽ അതിന്റെ അർത്ഥം ആ പൊസിഷൻ 1 ആയിരിക്കും എന്നാണ്. ഒന്നാണെങ്കിൽ മാത്രം എഴുതണ്ട, കുഴപ്പമൊന്നുമില്ലല്ലോ. സാധാ പോലെ പേരിടുന്നു. ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെ അങ്ങനെ പോയി. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല, കൺഫ്യൂഷൻ വരാൻ പോണുള്ളൂ. മറിക്കട്ടെ. അപ്പൊ അടുത്തത് ഇതറക്കണം. CH ട്രിപ്പിൾ ബോണ്ട് C CH2. വെറുതെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കേട്ടോ.
നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ. വേഗം CH ട്രിപ്പിൾ ബോണ്ട് C, CH2 C, CH3 CH3, താഴത്തേക്ക് ഒരു CH2 CH3. നോ പ്രോബ്ലം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നുകൊണ്ട് നിങ്ങൾ YNE ചേർക്കും. ട്രിപ്പിൾ ബോണ്ട് വന്നുകൊണ്ട് നിങ്ങൾ YNE ചേർക്കും. ബ്രാഞ്ച് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, വേഗം നോക്കിക്കോളൂ. നിങ്ങൾ അറ്റൻഡൻസ് നിർത്താട്ടോ. ശരി, എന്നാ പറ. എവിടുന്ന് എണ്ണി? ഇവിടുന്ന് എണ്ണി നിങ്ങൾ 1 2 3 4. നേരെ പോവോ താഴത്തേക്ക് പോവോ? താഴത്തേക്ക് പോകണം. കാരണം അപ്പോഴാണ് ലോങ്ങസ്റ്റ് ചെയിൻ കിട്ടുള്ളൂ. ദാറ്റ്സ് ഓൾ. നേരെ പോയ 5 കിട്ടുള്ളൂ, താഴത്തേക്ക് പോകുമ്പോ 6 കിട്ടുന്നുണ്ട്. നേരെ പോകുമ്പോഴല്ലേ സുഖം ഒന്നും വിചാരിക്കത്തിട്ടോ. ഇവിടെ 4ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് CH3 CH3. സാധാ പോലെ നമ്മൾ പേരിടും 4,4. വെരി ഗുഡ്. ഡൈമീഥൈൽ ഹെക്സ് അല്ലെ. പൊസിഷൻ 1 ആയതുകൊണ്ട് പറയണം നിർബന്ധമില്ല. ഹെക്സൈൻ അല്ലെങ്കിൽ ഹെക്സ് 1I. വെരി ഗുഡ്. അപ്പോ ഇതിലുള്ള നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങളെ ബുദ്ധി വിവേകമൊക്കെ ചെക്ക് ചെയ്യാൻ പോവാണ്. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3. ഒന്നുമില്ല. ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇനി ഒന്നും ഇല്ലാന്നൊരു കംപ്ലൈന്റ് പറയരുത്. പേരിട്. നിങ്ങൾ അഭിപ്രായത്തിൽ പേരുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം ഉണ്ടാവില്ല. നിങ്ങൾ നമ്പർ കൊടുത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്തോളൂ. നമ്പർ കൊടുക്കുന്നു, പേരിടുന്നു. ഞങ്ങൾ ചിന്തിക്കേണ്ട റൂട്ട് പറഞ്ഞുതരാം. ഡബിൾ ബോണ്ട് വരുമ്പോ ENE എന്നല്ലേ പേര്. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ YNE എന്നല്ലേ പേര്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ രണ്ടും എഴുതേണ്ടി വരും. ENE എന്നും എഴുതേണ്ടി വരും, YNE എന്നും എഴുതേണ്ടി വരും. അതിൽ ആദ്യം ആരെ എഴുതും എന്നതാണ് ചോദ്യം. ENE നിങ്ങൾ എഴുതണം, YNE നിങ്ങൾ എഴുതണം. അതിൽ ആദ്യം ആരെ നിങ്ങൾ എഴുതും? ചോദ്യം നമ്പർ 1. പിന്നെ എവിടെ നമ്പർ കൊടുക്കും? ചോദ്യം നമ്പർ 2. അല്ലേ? ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾക്ക് അഭിമാനിക്കാലോ. ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്ന്. നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന വേണ്ട. നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അവിടെ അങ്ങനെ വെച്ചാൽ മതി. നോക്കല്ലേ? ലെഫ്റ്റ് നിന്ന് എണ്ണിയോ റൈറ്റ് നിന്ന് എണ്ണിയോ? ഇനി അഭിപ്രായങ്ങൾ പറ. ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണ് എണ്ണി? ലെഫ്റ്റ് നിന്നാണ് എണ്ണേണ്ടത്. എന്താ കാരണം? അപ്പോൾ 1ാമത്തെ പൊസിഷനിൽ ആണ് ഡബിൾ ബോണ്ട് വരുന്നത്. 1 2 3 4 5. 1ാമത്തെ പൊസിഷൻ. ഇവിടുന്ന് എണ്ണുമ്പോ 2ാമത്തെ പൊസിഷനിലല്ലേ വരുള്ളൂ. ഇതല്ലേ 1 2. അപ്പൊ 2 സൈഡിൽ നിന്ന് എണ്ണുമ്പോ വ്യത്യസ്ത നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെറുതിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം, നമുക്ക് വിഷയമുള്ള കാര്യമില്ല. മൊത്തം 5 കാർബൺ അല്ലേ? പെന്റ്
അല്ലെ? ഈനാണോ ആദ്യം എഴുതുക, വൈനാണോ? ശരിക്കും വൈൻ എന്നല്ല പറയുന്നത്, ഐനല്ലേ, ആൽക്കൈൻ. ഈനാണോ ആദ്യം എഴുതുക, ഐനാണോ ആദ്യം എഴുതുക? എന്താ കാരണം? എടാ, വ്യത്യസ്ത പേര് വരുമ്പോ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്താൽ പോരെ? നമ്മൾ ഇത്രയും കാലം പഠിച്ചത് വ്യത്യസ്ത ആളുകൾ വരുമ്പോ ആദ്യം എഴുതേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡർ, സിമ്പിൾ റൂൾ അല്ലേ? അപ്പൊ ആദ്യം ആരും എഴുതേണ്ടത്? പറഞ്ഞോക്കടാ, വൈ അവസാനല്ലേ? അപ്പൊ നിങ്ങൾ ENE എഴുതണം. ഏതാ പൊസിഷൻ ENന്റെ? 1. അപ്പൊ പെൻഡ് 1 E 3 I. പെൻഡ് 1 E 3 I. ഇതുവരെ ഞാൻ ശരിക്കും പുതിയ റൂൾ ഒന്നും പാടില്ല. എന്താ കാരണം? എണ്ണുമ്പോ ചെറിയ നമ്പർ കൊടുത്തു, നേരത്തെ പറഞ്ഞാണ്. വ്യത്യസ്ത ആളുകൾ വരുമ്പോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പേര് എഴുതണം. പെൻഡ് 1 E 3 I. പക്ഷെ ഇനി ഞാനൊരു പുതിയ റൂള് പറയാൻ പോവാണ്, ഇതുവരെ പറയാത്ത റൂൾ കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഈ ചാപ്റ്റർ അവസാനം പല സമയത്ത് ഇത് ആവശ്യമുണ്ട്. എടാ, ENE എന്ന് പറഞ്ഞാൽ ഒരു സഫിക്സ് അല്ലേ, അവസാനം ചേർത്തത്? ഇതും സഫിക്സ് ആണ്. അവസാനം ചേർക്കുന്നതിനാണ് സഫിക്സ് എന്ന് വിളിക്കാം, അല്ലെ? ഇതില് ഏറ്റവും അവസാനത്തെ സഫിക്സ് YNE അല്ലേ? അല്ലെ? ഈ സഫിക്സ് ആണ്, വൈനും സഫിക്സ് ആണ്. ഏറ്റവും അവസാനത്തെ YNE സഫിക്സ് ആണ്. ഈ സഫിക്സ് തുടങ്ങിയ Y ഒരു വവ്വൽ ആണോ അല്ലേ? ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവാട്ടാ. ഈ അവസാനത്തെ വൈൻ, അത് തുടങ്ങിയ Y ഒരു വവ്വൽ ആണോ അല്ലേ? നോ. ഏതൊക്കെയാണ് വവ്വൽസ് നിങ്ങളുടെ അഭിപ്രായത്തില്? വെരി ഗുഡ്. കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവാണ്. AEIOU. എന്നാൽ ഇവിടെ പറയുന്ന Y ഒരു വവ്വലാണ്. കാരണം വവ്വൽസ് തീരുമാനിക്കേണ്ടത് സൗണ്ട് നോക്കിയിട്ടാണെന്ന് കെമിസ്ട്രി ടീച്ചർ പഠിപ്പിച്ചത്. കെമിസ്ട്രി അല്ല, ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചെന്നുണ്ടാവില്ലേ? വവ്വൽ തീരുമാനിക്കേണ്ടത് സൗണ്ടിന്റെ ബേസിലാണ്. പറ, വൈൻ എന്നാണോ നമ്മൾ സൗണ്ട് ചെയ്യുക, ഐൻ എന്നാണോ സൗണ്ട് ചെയ്യുക? ഐൻ എന്നാണ്. അപ്പൊ അത് ഐ ആണ്, അതുകൊണ്ട് ഇത് വവ്വലാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, കെമിസ്ട്രി പ്രകാരം ഇവിടെ പറയുന്ന Y ഒരു വവ്വലാണ്. ആദ്യം പഠിച്ചോൾട്ടാ. AEIOU വവ്വലാണ്, അത് കൂടാതെ വൈയും വവ്വലാണ്. ഇവിടെ ട്ടോ എല്ലാ സ്ഥലത്തും Y വവ്വൽ എന്നല്ല പറഞ്ഞത്, സൗണ്ടിന്റെ പ്രകാരം വവ്വലാണ്. അങ്ങനെ ഈ സഫിക്സ് തുടങ്ങുന്നത് വവ്വല് കൊണ്ടാണെങ്കിൽ, ഏറ്റവും അവസാനം നോക്കൂ, സഫിക്സ് തുടങ്ങുന്നത് വവ്വല് കൊണ്ടാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന, തൊട്ടു മുമ്പ് വരുന്ന ഈ നിർബന്ധമായിട്ടും കട്ട് ചെയ്യണം. പുതിയ റൂളാണ്. സഫിക്സ് തുടങ്ങുന്നത് വവ്വല് കൊണ്ടാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഈ കട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പേരെന്തായി? പെൻഡ് 1 N 3 I. അവിടെ എഴുതി വെച്ചോളൂ. ഇഫ് സഫിക്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ, ഇത് ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെഡി ഔട്ടാ. ഇഫ് സഫിക്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ AEIOUY, ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ടാണ് സഫിക്സ് തുടങ്ങുന്നതെങ്കിൽ, then ഞാൻ സാധാ ഇംഗ്ലീഷ് പറയാം, E ബിഫോർ ഇറ്റ്, അതിന് മുമ്പ് വരുന്ന ഒരു E ഉണ്ടെങ്കിൽ, അതിന് മുമ്പ് വരുന്ന E ഈസ് റിമൂവ്ഡ്. അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇംഗ്ലീഷായിട്ട് ശരിക്കും, ഇതൊക്കെ ഇംഗ്ലീഷുകാർ ആണല്ലോ ഇതൊക്കെ പേരൊക്കെ ഇടുന്നത്. അപ്പൊ ഇംഗ്ലീഷിലെ റൂളാണ്, അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. Then E before it is removed. അപ്പൊ ഒന്നും കൂടി പറയാം. സഫിക്സ് തുടങ്ങുന്ന ലെറ്റർ AEIOUY ആണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് വരുന്ന E നിങ്ങൾ ഒഴിവാക്കണം. അതെന്തുകൊണ്ട് ഒഴിവാക്കിയത് അപ്പൊ പറയും. ഇതേ ക്വസ്റ്റ്യനെ ഇങ്ങനെ ആക്കി ഞാട്ടോ, ഇത് ട്രിപ്പിൾ ബോണ്ട് ആക്കി,
ഇത് ഡബിൾ ബോണ്ടും ആക്കി. വേറെ കുഴപ്പമൊന്നുമില്ല. CH2 അല്ല, അങ്ങനെ ആക്കിയപ്പോ ഇത് ട്രിപ്പിൾ ബോണ്ട് അല്ലേ, ഇത് ട്രിപ്പിൾ ബോണ്ട് ആക്കി. ഇവിടെ എച്ച് ബോണ്ട്, എച്ച് ബോണ്ട് പേരിട്ടോളൂ. ഇവിടെ എച്ച് ഉണ്ടാവും, ഇവിടെ എച്ച് ഉണ്ടാവും. CH ട്രിപ്പിൾ ബോണ്ട് വൃത്തിയിലേക്ക് തരാം. ഇതാക്കോളാം. CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH3 അല്ലേ? റൂൾ ഒന്നും പുതിയ കേട്ടോ, നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ്. പക്ഷെ ഇത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഈ ഒഴിവാക്കിയത്. നിങ്ങൾ എവിടുന്ന് എണ്ണി? ലോവസ്റ്റ് പൊസിഷൻ അല്ലേ? ഐ തിങ്ക് നിങ്ങൾ ഇവിടുന്ന് എണ്ണി ഉണ്ടാവും. 1 2 3 4 5 അല്ലേ? 1 2 3 4 5 എണ്ണിയല്ലോ, എണ്ണി. ഇവിടെ ലെഫ്റ്റ് നിന്നുള്ള കാരണം എന്താ? ലോവസ്റ്റ് പൊസിഷൻ ആണ്. ഞാൻ പേര് എഴുതണ്ടേ? നിങ്ങൾ എഴുതിണ്ടാവും. പെൻഡ് എഴുതിയില്ല നിങ്ങള്? ആദ്യം ഈനാണോ ഐനാണോ എഴുതുക? ഈന്, കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ. പെൻഡ് 3 ഈൻ. ഞാൻ അവസാനത്തെ ഈ എഴുതി കേട്ടാ, ഈൻ. നമുക്ക് ഒഴിവാക്കാം, അവിടെ കിടക്കട്ടെ. ഏത് പൊസിഷനിലാട്ട് ട്രിപ്പിൾ ബോണ്ട്? ഫസ്റ്റ് പൊസിഷൻ. ഈ ഫസ്റ്റ് പൊസിഷൻ ആകുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ട. അപ്പൊ ഞാൻ വൈ എന്ന് എഴുതി. ഇതൊന്ന് ഒരാൾ വായിക്കും. ഇതിന്റെ പേരെന്താ? പെൻഡ് 3 ഈനിയായി എന്നൊക്കെ വായിക്കേണ്ടി വരും. അങ്ങനെ വാക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം തെറ്റാണ്. എന്നാൽ ഞാൻ ആ ഈ അങ്ങോട്ട് ഒഴിവാക്കി സങ്കല്പിക്കാം. തൊട്ടുമ്പോൾ ഈ അങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പൊ ഇതിന്റെ പേര് പറ. പെൻഡ് 3 E9 വായിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. പെൻഡ് 3 E9 വായിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോ അതിന്റെ ഇടയിൽ ഒരു ഈ വന്നാല് ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം തെറ്റാണ്. അങ്ങനെ വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒഴിവാക്കിയത്, അത്രേ ഉള്ളൂ. അത് കെമിസ്ട്രിത്തെ റൂൾ അല്ല കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ഇംഗ്ലീഷുകാരാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റൂൾ ക്ലാസ് പഠിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിയാം അങ്ങനെ വാക്ക് വരില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ചോളൂ, സഫിക്സ് തുടങ്ങുന്ന ലെറ്റർ AEIOUY ആണെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഇ ഒഴിവാക്കണം. എന്തിനു ഒഴിവാക്കണത്? എന്നാലേ ആ പേര് ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം ശരിയാവുള്ളൂ. പേര് കിട്ടിയല്ലോ, പെൻഡ് 3 E9. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നേരത്തെ കണ്ടില്ല? ഇല്ല, നമ്മൾ താഴത്തെ എഴുതിയല്ലോ. CH2 ഡബിൾ ബോണ്ട് CHC എഴുതി തോന്നണ്. ആയിക്കോട്ടെ. നിങ്ങൾ എവിടുന്ന് എണ്ണി? ഇവിടുന്ന് എണ്ണി അല്ലേ? 1 2 3 4 5. പേര് പറയുന്നാല് ഞാൻ പറ. പെൻഡ് 1 N 3 I. 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 ഓക്കെ. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സാധനം ആയതുകൊണ്ട് ഇത് ചെയ്തോളൂ. ഇതാണ് NCERT ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. NCERTയിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ പേര് എഴുതിക്കോളൂ. നിങ്ങൾ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് പറയാം കേട്ടോ.
ഇവിടെ ഒരു സൈഡിൽ നിന്ന് എണ്ണുമ്പോ അപ്പർ സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും പൊസിഷൻ ഈക്വൽ അല്ലേ? അപ്പോൾ എവിടുന്ന് എണ്ണുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് എണ്ണിയാലും ഈക്വൽ ആണെങ്കിൽ എവിടുന്ന് എണ്ണും? ആൽഫബറ്റിക്കൽ ഓർഡർ. അത്ര തന്നെ, പുതിയ റൂൾ അല്ല. ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പൊ ഇ നിന്നെണ്ണോ ഐ നിന്നെണ്ണോ? ഇ. വെരി ഗുഡ്. 1 2 3 4 5. 1 2 3 4 5. പേര് വേഗം പറ. പെൻഡാണ്. 1N 4I. പെൻഡ് 1N 4I. പെൻഡ് 1N 4I. സാർ അവിടെ പെൻഡൻ 4I എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. ഒരു കുഴപ്പമില്ല. പെൻഡൻ 4I. പെൻഡൻ 4I. പൊസിഷൻ പറയാൻ നിർബന്ധമൊന്നുമില്ല. റെഡി? കിട്ടില്ല? ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും ഇപ്പോ സ്കൂളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടോ ഈ സമയത്ത്? എല്ലാവർക്കും 8 മണിക്ക് സ്കൂൾ, 8:30 സ്കൂളൊന്നും ഇല്ലല്ലോ? ആയിഷ ഇബക്ക് ഉണ്ട്, ഇർഫാൻ അഹമ്മദിനുണ്ട്. സാറേ ഞങ്ങൾക്ക് ക്ലാസ് നടക്കുന്നുണ്ട് സ്കൂളിൽ. ഫിസിക്സ് ക്ലാസ് ബോയ്സ് ആയിരിക്കും നടക്കുന്നുണ്ട് അല്ലേ ഈ സമയത്ത് അല്ലേ? 8 മണി. 8 മണിക്ക്. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ ബാക്കി നിങ്ങൾ ഇനിയിപ്പോ ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇത് കാണൂലേ? നിങ്ങള് റെക്കോർഡർ ക്ലാസ് കാണൂലേ? കാരണം റെക്കോർഡർ ക്ലാസ് കുഴപ്പമില്ല, ഇത് ഇതേപോലെ ഉണ്ടാവും കേട്ടാ. അപ്പൊ ഇന്നലത്തെ മാത്സിന്റെ കുഴപ്പമുള്ള കുട്ടികൾ ആരുണ്ട് പറഞ്ഞു, അത് നമുക്ക് ഞാൻ ഇന്ന് ശരിയാക്കി തരാം കേട്ടോ. ആരോ കാണുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോളൂ. 9 ഒക്കെ 9 പോവാം. ഒരു അരമണിക്കൂർ, 8:45 നമുക്ക് പോവാം കേട്ടാ. 8:45 ആകുമ്പോൾ ചാപ്റ്റർ തീരും. അരമണിക്കൂർ കൂടി മതി, ഈ സെക്ഷൻ തീരും കേട്ടാ. 1 മണിക്കൂറുള്ളൂ, 9 മണി വരെ ഉള്ളൂ. ഓക്കെ. 8:45 ക്ലാസ് ചെയ്താൽ പോലെ സ്കൂളിൽ എന്ത് തീരുമാനിക്കണ്ട? കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഭാഗം എന്തായാലും നിങ്ങൾ വീഡിയോ കാണട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹെഡിങ് എഴുതിക്കോളും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് വരിക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്കറിയാം. OH, CHO, COH അങ്ങനെ ഒരുപാട് ആളുകളാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടിനെ കുറിച്ച് പറയാൻ പോവാണ്. ശ്രദ്ധിക്കൂ. ചില ഫങ്ഷണൽ ഗ്രൂപ്പിനെ പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സ് ഉണ്ടാവും, സഫിക്സ് ഉണ്ടാവും. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി പറയാൻ പോണ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ചേർക്കാം, അവസാനം ചേർക്കാം. ചില ആളുകൾക്ക് പ്രിഫിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഞാന് നമ്മുടെ NCERT ചെറിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ ടേബിൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ടേബിൾ കണ്ടില്ലേ? സ്ക്രീനിൽ ടേബിൾ വന്നാ? ഇതൊക്കെ നമ്മൾ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ഫസ്റ്റത്തെ കോളം നോക്കുക, ക്ലാസ് ഓഫ് കോമ്പൗണ്ട്.
ഏത് ടൈപ്പ് കോമ്പൗണ്ട് ആണ്, അത് വലിയ കാര്യമാക്കണ്ട. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്. അടുത്ത് നോക്കൂ, IUPAC ഗ്രൂപ്പ് പ്രിഫിക്സ്. പ്രിഫിക്സ് ഉള്ളത് IUPAC ഗ്രൂപ്പ് സഫിക്സ്. അതിന് എക്സാമ്പിൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഞാൻ അത് എന്താന്ന് പഠിപ്പിക്കും, പക്ഷെ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും നോക്കണ്ട. ഈ എക്സാമ്പിളുകൾ, ഇതിൽ പല എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ തന്നെ ചെയ്യും, പക്ഷെ ബാക്കി എക്സാമ്പിളുകളും ചെയ്തു നോക്കാം. അപ്പൊ പ്രിഫിക്സും ഉണ്ട് സഫിക്സും ഉണ്ട് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർക്ക് പ്രിഫിക്സ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പഴയ പോലെ നമ്മൾ ടേബിൾ, നമ്മളെ സെക്ഷനിലേക്ക് എത്തി. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞതേ പ്രിഫിക്സും സഫിക്സും ഉള്ള ഫങ്ഷൻ ഗ്രൂപ്പാണ്. അതിൽ ഞാൻ ആ ടേബിൾ മൊത്തം ക്ലാസ് പഠിപ്പിക്കൂല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. അത്ര ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഹെഡിങ് എഴുതിക്കോളൂ, ബോത്ത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സും സഫിക്സും ഉള്ള ആളുകൾ ആരൊക്കെയാണ്? പ്രിഫിക്സും സഫിക്സും ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. 3 കോളം തിരിച്ചു. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി ആക്ച്വലി കേട്ടോ. ആദ്യം നമ്മൾ വെക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്, പിന്നെ അതിന്റെ പ്രിഫിക്സ്, പിന്നെ അതിന്റെ സഫിക്സ്. അപ്പൊ ആ കോളത്തിൽ നിന്ന് ഞാൻ കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യാണ്. ആദ്യം COOH. COOH ഇതിന്റെ പ്രിഫിക്സ് കാർബോക്സി എന്നാണ്, സഫിക്സ് ഓയിക് ആസിഡ് എന്നാണ്. ഇതിൽ എപ്പോ പ്രിഫിക്സ് ഉപയോഗിക്കും, എപ്പോ സഫിക്സ് ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ പറയാൻ പോകണല്ലോ കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പ്രിഫിക്സ് സഫിക്സ്. പിന്നെ ഞാൻ വെക്കുന്നത് CONH2. ഞാൻ എല്ലാം പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. CONH2 ഇതിന്റെ പേര്, ഇതിന്റെ പ്രിഫിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, കാർബമോയിൽ. ഇതിന്റെ സഫിക്സ് അമൈഡ്. ഇതിൽ എപ്പോൾ പ്രിഫിക്സ് ഉപയോഗിക്കും, എപ്പോ സഫിക്സ് ഉപയോഗിക്കും എന്ന് പറയാൻ പോവാട്ടോ. അടുത്തത് CN. CNന്റെ പ്രിഫിക്സ് സയാനോ, സഫിക്സ് നൈട്രൈൽ. അടുത്തത് CHO. നമ്മൾ ആൽഡിഹൈഡ് എന്നൊക്കെ പറയും. അത് ആ പേര് നിങ്ങൾ പഠിക്കണ്ട, ഈ സാധനം കണ്ടാൽ മനസ്സിലായത്. ഇതിന് 2 പ്രിഫിക്സുകൾ ഉണ്ട്. ഫോർമൈൽ എന്നും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓക്സോ എന്നും ഉപയോഗിക്കാം. ഇതൊക്കെ എഴുതിക്കൊള്ളാം. ഞാൻ മൊത്തം ടേബിൾ നമുക്ക് ആവശ്യമുള്ള മാത്രം ഒന്ന് പഠിച്ചെടുക്കണം. നിങ്ങൾക്ക് ആൽഡിഹൈഡിന്റെ സഫിക്സ് ഓർമ്മ ഉണ്ടോ? ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. CH വരുമ്പോ സഫിക്സ് ആൾ എന്നാണ്, ആൾ. അടുത്ത CO. CO നമ്മുടെ കീറ്റോൺ ആണ്, കീറ്റോൺ. ആ കീറ്റോൺ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, അതിന്റെ പ്രിഫിക്സ് ഓക്സോ എന്നാട്ടോ. അപ്പൊ ഈ ഓക്സോ എന്ന പ്രിഫിക്സ് 2 ആൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് CO വരുമ്പോ അതിന്റെ സഫിക്സ് ഓർമ്മ ഉണ്ടോ? 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ONE, ഓൺ. ഇനി OH, ആൽക്കോൾ വരുമ്പോ ഹൈഡ്രോക്സി എന്നാണ് പ്രിഫിക്സ്, ഓൾ എന്നാണ് സഫിക്സ്. ഹൈഡ്രോക്സി എന്ന പ്രിഫിക്സ്, ഓൾ എന്ന് സഫിക്സ്. ഒന്നുകൂടിയുണ്ട്, NH2. അമിനോ എന്നാണ് പ്രിഫിക്സ്, അമീൻ എന്നാണ് സഫിക്സ്. നിങ്ങൾ ഇത്ര നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതിനപ്പുറത്തുള്ള നിങ്ങൾ പഠിക്കാൻ നിർബന്ധമില്ല.
ഇത്തരം ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സും ഉണ്ട് സഫിക്സും ഉണ്ട്. ഇതിലോ ആ ടേബിളിൽ ഞാൻ എല്ലാം എഴുതിയിട്ടില്ല, എല്ലാം എഴുതേണ്ട ആവശ്യമില്ല. ബോത്ത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പ്രിഫിക്സ് മാത്രമുള്ള ആൾക്കാർ. പ്രിഫിക്സ് മാത്രമുള്ള ആളുകൾ. പറയട്ടെ, വളരെ കുറച്ചുള്ളൂ. ഒന്ന്, സാർ ആ ടേബിളിലെ ലാസ്റ്റിലൊന്ന് വായിക്കോ? അമിനോ, അമിനോ, പിന്നെ അമീൻ. അമിനോ എന്ന് പ്രിഫിക്സ്, അമീൻ എന്ന് സഫിക്സ്. NH3 ആണോ? NH2, 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 NH2. ഇനി പ്രിഫിക്സ് മാത്രമുള്ള ആൾക്കാരെ നോക്കിയോളൂ. പ്രിഫിക്സ് മാത്രമുള്ള ആൾക്കാർ കുറവാട്ടാ. ഒന്ന് NO2. NO2ന്റെ പേരെന്താ അറിയോ? നൈട്രോ. നൈട്രോ ല്ലോ നൈട്രോ. അടുത്ത് എക്സ് എന്ന സിമ്പിൾ ആർക്കാ കൊടുക്കൽ ഓർമ്മ? എക്സ്, എക്സ് എന്ന സിമ്പിൾ ആർക്കാ കൊടുക്കാൻ എവിടെയെങ്കിലും കേട്ടണ? നമ്മളെ ഹാലജൻസ് ഇല്ലേ, ഹാലജൻസ്, ഹാലജനുകൾക്കാണ് എക്സ് എന്ന സിമ്പിൾ കൊടുക്കട്ടോ. ആരൊക്കെ ഹാലജനുകൾ? ഹാലജനുകൾ അതിന്റെ പേരല്ല, ഹാലജൻസ്. ആരൊക്കെയാണ് ഹാലജൻസ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അസറ്റാറ്റി പിന്നെ വേണ്ട. ഇവരെ പേരെന്താ അറിയോ? ഇവരെ പേരതല്ല, ഹാലോ എന്നാണ് പേര്. ഹാലോ. അപ്പൊ ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയോഡിൻ ആണെങ്കിൽ അയഡോ. ഇങ്ങനെയാണ് പേരിടുക. ഇനി ഒരു ടൈപ്പ് കൂടി ഉണ്ട്, OCH3. എടാ CH3ന്റെ പേരെന്താ? CH3ന്റെ പേരെന്തായിരുന്നു? മീതൈൽ. ആ മീതൈലിന്റെ കൂടെ ഒരു ഓക്സിജൻ കൂടി വന്നാലേ നിങ്ങൾ എങ്ങനെ പേരിടും? നിങ്ങൾ കൊടുക്കേണ്ടത്, പല അഭിപ്രായം വന്നിട്ടുണ്ട്, മീതോക്സി എന്ന് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഇതാണ് കൊടുക്കേണ്ടത്, മീതോക്സി. മീതോക്സി. അപ്പൊ 2 കാർബൺ വന്നാലോ? അല്ല, ഈതോക്സി. ഈതേലല്ലേ ഈതോക്സി. 3 വന്നാൽ പ്രൊപ്പോക്സി. അങ്ങനെ പോകും. പക്ഷെ അതൊന്നും നമുക്ക് ചോദിക്കൂല, നമുക്ക് മീതോക്സി മതി. അപ്പൊ ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട സാധനമാണ്. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സും ഉണ്ട്, സഫിക്സും ഉണ്ട്. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രിഫിക്സ് മാത്രം. ഇത്ര നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇത് എപ്പോൾ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കും നമ്മൾ പറയാൻ പോവാണ്. സിമ്പിളാണ്, റൂളൊക്കെ സിമ്പിളാണ്. പക്ഷെ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. എതിർത്തില്ലേ? ഇതാ, അപ്പൊ ഹെഡിങ് എഴുതിക്കോളൂ. ഒരു കോമ്പൗണ്ടില് കണ്ടൈൻസ് 1 ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹെഡിങ് എഴുതിക്കോളൂ. ഒരു കോമ്പൗണ്ടില് ഒരൊറ്റ ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യങ്ങൾ 10ാം ക്ലാസ് ചെയ്തിട്ടാ ചെറിയ രീതിയിൽ. ഒരൊറ്റ ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളൂ എങ്കിലേ ഈ പ്രിഫിക്സും സഫിക്സുമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ സഫിക്സ് ചെയ്യണം. ഇതാണ് റൂള്. ഒരൊറ്റ ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളൂ എങ്കിൽ പ്രിഫിക്സും സഫിക്സും ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സഫിക്സ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറ, COOH എന്ന് വന്നാൽ നിങ്ങൾ ഓയിക് ആസിഡ് എന്ന് എഴുതണം. CHO എന്ന് വന്നാൽ നിങ്ങൾ ആൾ എന്ന് എഴുതണം.
OH വന്നാൽ നിങ്ങൾ ഓൾ എന്ന് എഴുതണം. പ്രിഫിക്സും സഫിക്സും ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സഫിക്സ് ചെയ്യണം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പ്രിഫിക്സ് മാത്രമുള്ള ആളാണ് വരുന്നെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യുക? പ്രിഫിക്സ് മാത്രമുള്ള ആള് വന്നാല് അതിന് പ്രിഫിക്സ് മാത്രമല്ലേ ഉള്ളൂ, വേറെ നിവൃത്തില്ലല്ലോ. അപ്പോൾ അതിനെ പ്രിഫിക്സ് ചെയ്യണം. പ്രിഫിക്സും സഫിക്സും ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ സഫിക്സ് ചെയ്യണം. പ്രിഫിക്സ് മാത്രം വന്നാൽ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ പ്രിഫിക്സ് ചെയ്യണം. അപ്പോ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യകത എന്താ അറിയോ? ഒരാള് പ്രിഫിക്സും സഫിക്സും ഉള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയണ്ടേ? അപ്പൊ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വരിക അറിയോ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ വരും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഭാഗത്ത് 2 ക്വസ്റ്റ്യൻ വരും. മൊത്തം 3 ക്വസ്റ്റ്യൻ ആണ് നെയിമിങ്ങിൽ ചോദിക്കുക. 3 ക്വസ്റ്റ്യൻ. അത് ചില ക്വസ്റ്റ്യൻക്ക് 2 മാർക്ക് ഉണ്ടാവും, ചിലത് 1 മാർക്കാവും. 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഭാഗത്ത് 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഭാഗത്ത് 1. അപ്പൊ അത് പഠിക്കണം. നേരത്തെ പറഞ്ഞ റൂൾസ് ഒക്കെ അവിടെ ബാധകാട്ടോ. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം, ചെറിയ നമ്പർ കൊടുക്കണം, അതിലൊന്നും മാറ്റില്ല. അപ്പൊ ഞാൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. CH3 CH2 CH OH CH3. ഇതിനൊക്കെ പേര് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇട്ടുണ്ടാവും ട്ടാ. വേഗം എഴുതിക്കോളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കൂല. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യൂ. ബ്രാഞ്ചിന് ചെറിയ നമ്പർ കൊടുക്കണം എന്നല്ലേ പഠിച്ചല്ലേ? ഇവിടെ ബ്രാഞ്ചിന് പകരമുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ചെറിയ നമ്പർ ഉള്ളത്. അപ്പൊ എവിടെ നിന്നും? ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണോ? ചെറിയ നമ്പർ വരണ്ടേ? ഇവിടെ നിന്നാണോ? 1 2 3 4. നിങ്ങളെ പേരൊന്ന് എഴുതിക്കോളൂ. എത്ര കാർബൺ ഡ്രാ? 4. 4 കാർബൺ ആവുമ്പോ ബ്യൂട്ട് അല്ലെ? സിംഗിൾ ബോണ്ട് ആവുമ്പോ AN അല്ലേ? ഞാൻ ആദ്യം സാധാ പോലെ പഠിപ്പിക്കാട്ടോ. ബ്യൂട്ടൈൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ OH വന്നില്ലേ? OHന്റെ സഫിക്സ് എന്താ? ഓൾ. അപ്പോ 2O എന്നല്ല എഴുതണ്ട്. ബ്യൂട്ട് എഴുതി, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN എഴുതി 2OL. എന്റെ ചോദ്യം, അവിടുത്തെ ഈ ഒഴിവാക്കണോ വേണ്ടേ? ഒഴിവാക്കണം. ഒഴിവാക്കണം. എന്താ കാരണം? ഈ സഫിക്സ് തുടങ്ങിയത് മക്കളെ O കൊണ്ടല്ലേ? അപ്പോൾ അതിനു മുമ്പുള്ള ഈ നിങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അതിന്റെ പേരെന്തായി? ബ്യൂട്ടൻ 2OL. ചില ആൾക്കാര് ബ്യൂട്ട് 2OL എന്നൊക്കെ പറയും. അത് തെറ്റാട്ടോ. ബ്യൂട്ടൻ 2OL എന്ന് പറയാം. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ പഠിക്കട്ടോ. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഡോണ്ട് വറി. CH3 CH2 CH COOH CH3. ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ പേരിട്ടുള്ളൂ. ആദ്യം നേരത്തെ പറഞ്ഞ റൂളൊക്കെ അവിടെ ബാധകമാണ്. COH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ വരണം. അതിലൊന്നും മാറ്റില്ല. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ വരണം. അതിനനുസരിച്ച് നമ്പർ ഇട്ടോളൂ, പേരിട്ടോളൂ. നിങ്ങൾ ഐഡിയക്ക് പേരിട്ടാ ബാക്കി നമുക്ക് ശരിയാക്കാം. ഇവിടെ നിങ്ങൾ
നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് അറിയാം. COH കാർബൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ വരണ്ടേ? അപ്പൊ പിന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങണ്ടേ? ഇവിടെ 2 കൊടുക്കണം, ഇങ്ങോട്ട് 3ഉം 4ഉം. വേറെ ഒരു നമ്പറിങ്ങും പറ്റൂല കേട്ടോ. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ വരണമെങ്കിൽ അവിടെ 1 കൊടുക്കണ്ടേ? 1, 2, 3, 4. നമ്മൾ കാർബൺ അല്ലേ എണ്ണ? ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ ഉണ്ട്, കാർബൺ എണ്ണണം. പുതിയ റൂളൊന്നല്ല. ഇവിടെ ഒരു ബ്രാഞ്ച് വന്നോ? വന്നില്ലേ? ഇവിടുത്തെ ബ്രാഞ്ചാണ് CH3 മീഥൈൽ. ഇതിന്റെ പേര് പറ. ആരെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കൂ. 2-methyl butanoic acid. വെരി ഗുഡ്. 2-methyl 4 കാർബൺ ഉണ്ട്. ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആണ്. ANE ഈ വേണ്ട. COHന്റെ പേരെന്താ? ഓയിക് ആസിഡ്. പൊസിഷൻ 1 ആണെങ്കിൽ അത് എഴുതണ്ടല്ലോ, ഓയിക് ആസിഡ്. ഇതിന്റെ പേരെന്താ? 2-methyl butanoic acid. 2-methyl butanoic acid. അതിന്റെ ഇടയിൽ ആ ഈ ഉണ്ടെങ്കിൽ എത്ര വൃത്തിയോടായിരിക്കും വായിക്കാൻ. ആ ഈ ഒഴിവാക്കിയപ്പോഴാണ് വായിക്കാൻ സുഖം. 3-methyl butanoic acid. ഇതിലെ നമ്പർ 3 സിമ്പിൾ ആയിക്കോട്ടെ. CH3 CH2 CH2 CN. CH3 CH2 CH2 CN. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. ധൈര്യമുള്ള ആൾക്കാർ ആ പേര് അവിടെ എഴുതിക്കോളൂ. ആർക്കാ ധൈര്യമുള്ള? ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ നമ്പർ വരണം. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ഉണ്ടെങ്കിൽ അത് എണ്ണണം. അതിലൊന്നും മാറ്റിട്ടില്ല. ധൈര്യമുള്ളവർക്ക് എഴുതാം. നിങ്ങൾ ഇതിന് ഉത്തരം വേറെ ആരും കാണണമെന്നുണ്ടെങ്കിലേ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആക്കി എഴുതിക്കൊള്ളാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നാട്ടുകാർ കാണൂല, ഞാൻ കണ്ടാ പിന്നെ കുഴപ്പമില്ല. ആർക്കും തരില്ല. അല്ലേ? ഒരാൾ വന്നു. വെരി ഗുഡ്. ആരാന്ന് പറഞ്ഞില്ല, ഒരു പേര് വന്നിട്ടുണ്ട്. ഗുഡ്. കുഴപ്പമില്ല. ചെറിയൊരു മിസ്റ്റേക്ക്. ഒരു പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതാം അല്ലെ? നിങ്ങൾ ഇവിടുന്ന് എണ്ണില്ലേ? 1, 2, 3, 4 കാർബൺ ഉണ്ട് അല്ലെ? ബ്യൂട്ട് ANE. ഇവിടുത്തെ സഫിക്സ് ആരാ? CN വരുമ്പോഴെ സഫിക്സ് എന്താ? ഇതാ പേജ് മറിക്കാം. അതാ CN വരുമ്പോഴെ സഫിക്സ് ആരാ? നൈട്രൈൽ. വെരി ഗുഡ്. നൈട്രൈൽ ആട്ടെ. നൈട്രൈൽ. പൊസിഷൻ 1 അല്ലേ? 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ബ്യൂട്ടൈൻ നൈട്രൈൽ. ഇവിടെ മക്കളെ ഞാൻ ഈ ഒഴിവാക്കിയിട്ടില്ല. അതാണ് പോയിന്റ്. എന്താ അവിടെ ഈ ഒഴിവാക്കാത്തത്? വവ്വലല്ല, സഫിക്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ N. സഫിക്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ N. ബ്യൂട്ടൈൻ നൈട്രൈൽ. ഇവിടെ ഈ ഒഴിവാക്കരുത്. ഈ എപ്പോഴും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
ഒന്ന് ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ മെയിൻ പോയിന്റ് ഈന്റെ കാര്യത്തിലാണ്. ഓക്കെ, അപ്പൊ ഇതില് ഇങ്ങനെ തന്നാൽ നിങ്ങള് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ? വേഗം പേരിട്ടോളൂ, ഇത് പിന്നെ നിങ്ങൾക്ക് തെറ്റൂല. അല്ലെ? ഞാൻ പറഞ്ഞത് ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കൊടുക്കണം എന്നാണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് CO ആണ്. അയാൾക്ക് ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ പണ്ടില്ല കേട്ടോ, ഏറ്റവും ചെറുത് കൊടുക്കണം. പക്ഷെ അതേസമയം ലോങ് ചെയിൻ നോക്കണ്ടേ, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇവിടുന്ന് എണ്ണണം. 1 2 3 4 5 6. ഇവിടെ എന്തുകൊണ്ടോ ഒന്ന് നിന്നാട്ട് എന്താ അറിയോ, ഈ കാർബൺ ഉണ്ടല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ, അതൊരു എൻഡ് അല്ല, അതൊരു അവസാനമല്ല. ഇവിടെ നമ്മൾ ഒന്ന് കൊടുക്കാനുള്ള കാരണം എന്താ, അതൊരു എൻഡാണ്, അവിടുന്നേ പുറപ്പെടാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ COH പേരിട്ടില്ലേ, അവിടെ ഒന്ന് കൊടുക്കാനുള്ള കാരണം എന്താ, അതൊരു എൻഡാണ്, അവിടുന്നേ പുറപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ ഈ CO വരുന്ന കേസിൽ അതൊരു എൻഡ് അല്ല, അതിനപ്പുറത്തൊന്നും പുറപ്പെടാം. നമ്മളെ റൂൾ എന്താ, ഏറ്റവും ചെറുത് വരണം എന്ന് മാത്രമാണ് റൂള്. ഏറ്റവും ചെറുത് വരണം. ചെറുത് വന്നു, പേരെഴുതി, പേര് എഴുതുമ്പോ തെറ്റൂല. ആ മൊത്തം 6 ചെയ്യണം. ഹെക്സൻ 2 ഓൺ. വെരി ഗുഡ്, വെരി ഗുഡ്. 1-2 ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഹെക്സൻ 2 ഓൺ. ഇവിടെ അവസാനത്തെ ഈ കട്ട് ചെയ്തില്ലേ, ഹെക്സൈന്റെ ഈ കട്ട് ചെയ്തു, കാരണം ഇവിടെ O ആണ്. ഹെക്സൻ 2 ഓൺ. എന്നാ പിന്നെ വേഗത എഴുതിക്കോളൂ. CH3 CH NO2 CH2 CH3. NO2 എന്ന് വന്നാൽ അത് പ്രിഫിക്സ് മാത്രമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ അതിനെ പ്രിഫിക്സ് ചെയ്യണം, ആദ്യം ചേർക്കണം. ബാക്കി റൂളൊക്കെ പണ്ട് പറഞ്ഞു തന്നെ. ലോങ് ചെയിൻ സെലക്ട് ചെയ്യുക, ലീസ്റ്റ് നമ്പർ വരട്ടെ, അതിലൊന്നും മാറ്റില്ല. കിട്ടിയോ? ഞാൻ പറയുന്നുണ്ട്, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ മാക്സിമം ചാറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ആൻസർ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചാൽ മതി. നിങ്ങളിങ്ങനെ അയക്കുമ്പോൾ രസമല്ലേ കാണുമ്പോൾ. അപ്പൊ ഇതിന്റെ പേരെന്താ, 2 നൈട്രോ. വെരി ഗുഡ്. ബ്യൂട്ടൈൻ. രണ്ടാമത്തെ പൊസിഷനിൽ നൈട്രോ ഉള്ള ബ്യൂട്ടൈൻ. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തതിലെല്ലാം ഏതാ സെക്ഷൻ? 1 ടൈപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. 1 ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ്. ഒരു കോമ്പൗണ്ടിൽ ഒരു ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പ്രിഫിക്സും സഫിക്സും ഉള്ള ആളാണെങ്കിൽ സഫിക്സ് ചെയ്യുക, പ്രിഫിക്സ് മാത്രമാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല, പ്രിഫിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഒറ്റ റൂളും കൂടി പഠിക്കാറുള്ളൂ, അതോടുകൂടി നെയിമിങ് അവസാനിച്ചു. എന്താ അറിയോ, കോമ്പൗണ്ട് വിത്ത് ടു ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ മോർ ദാൻ 1 പഠിക്കട്ടെ. പക്ഷെ നമുക്ക് എപ്പോഴും 2 ഒക്കെ ചോദിക്കുള്ളൂ. ഹെഡിങ് എഴുതിക്കോളൂ.
അപ്പൊ ഒരു കുട്ടി ഡൗട്ട് വെച്ചിട്ടുണ്ട് NO2 അവിടെ നമ്പർ കൊടുക്കൂലേന്ന്. അതായത് നമ്പർ കൊടുക്കേണ്ട ആർക്കാ? കാർബൺക്കാ നമ്മൾ നമ്പർ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. നമ്പർ കൊടുക്കേണ്ടത് കാർബൺക്ക് മാത്രമാണ്. NO2 കാർബൺ ഇല്ലല്ലോ. ഓക്കെ, കാർബൺ ആണ് നമ്മൾ എണ്ണ കേട്ടോ. ഓക്കെ, വിത്ത് 2 ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ മക്കളെ നോക്കിയോളൂ, അതിൽ ഒരാളെ നമ്മൾ മെയിൻ ആയി കൺസിഡർ ചെയ്യും. നെയിമിങ്ങിൽ അവസാനത്തെ പോയിന്റ് കിടക്കുകയാണ്. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിൽ ഒരാളെ നമ്മൾ മെയിൻ ആക്കിയിരുന്നു. ആരാണോ മെയിൻ അയാളെ നമ്മൾ സഫിക്സ് ചെയ്യും. ആരാണോ മെയിൻ അയാളെ നമ്മൾ എന്ത് ചെയ്യും? സഫിക്സ് ചെയ്യും. അടുത്ത ആളെ നമ്മൾ സബ് ആക്കി എടുക്കും. സബ് അയാളെ നമ്മൾ പ്രിഫിക്സ് ചെയ്യും. പായത്തെ റൂള്, ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഒരാളെ നമ്മൾ മെയിൻ ആക്കി എടുക്കുന്നു, അയാളെ നമ്മൾ സഫിക്സ് ചെയ്യും. അടുത്ത ആളെ നമ്മൾ സബ് ആക്കി എടുക്കുന്നു, അയാളെ നമ്മൾ പ്രിഫിക്സ് ചെയ്യും. പോയിന്റ് ക്ലിയർ? മെയിനിനെ സഫിക്സ് ചെയ്യും, സബിനെ പ്രിഫിക്സ് ചെയ്യും. അപ്പൊ ഒരു കുഴപ്പമുണ്ട് സർ, ആരെ നമ്മൾ മെയിൻ ആക്കും, ആരെ നമ്മൾ സബ് ആക്കും? അതിനൊരു ഓർഡർ ഓഫ് പ്രയോറിറ്റി ഉണ്ട്, മുൻഗണനാക്രമം. ഇതോടുകൂടി നമ്മൾ നെയിമിങ് അവസാനിക്കുകയാണ്. അപ്പോ ഒരാളെ മെയിൻ ആക്കും, ഒരാളെ സബ് ആക്കും. ആരെ മെയിൻ ആക്കും തീരുമാനിക്കാൻ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി ഉണ്ട്. ആ ഓർഡർ ഓഫ് പ്രയോറിറ്റി പഠിക്കാനേ നേരത്തെ ഞാൻ കുറച്ച് കോമ്പൗണ്ടിന്റെ പേര് തന്നിട്ടുണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതേ ഓർഡർ തന്നെയാണ് പ്രയോറിറ്റിന്റെ ഓർഡർ കേട്ടോ. നിങ്ങൾ അപ്പൊ ഇതേ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം COH, പിന്നെ CONH2, പിന്നെ CN, പിന്നെ CHO, പിന്നെ CO, പിന്നെ OH, പിന്നെ NH2. അപ്പൊ ഞാനിവിടെ എഴുതുന്നുണ്ട്, ആദ്യം COOH, പിന്നെ CONH2, then CN, then CHO, then CO. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. then OH, then NH2. അപ്പൊ എന്താ ഇത്? COH, CONH2, CN, CHO, CO, OH, NH2. കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് C ഡബിൾ ബോണ്ട് C. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ആരൊക്കെ വരിക? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ പ്രയോറിറ്റി വരിക. അത് കഴിഞ്ഞിട്ട് C ട്രിപ്പിൾ ബോണ്ട് C. എന്നിട്ടാണ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ പ്രയോറിറ്റി വരിക. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രിഫിക്സ് മാത്രമുള്ള ആളുകളില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് റൂളാണ്. പ്രിഫിക്സ് മാത്രമുള്ള ആൾക്കാർ. ഏറ്റവും അവസാനം ബ്രാഞ്ച്. ഇത് പഠിക്കുന്നതോടുകൂടി കംപ്ലീറ്റ് ഓർഡർ ആയിട്ടോ. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നിങ്ങളെ നിർബന്ധമുള്ള പണിയാണ് ഇത് ബൈഹാർട്ട് ചെയ്യാന്നുള്ളത്. COH, CONH2, CN, CHO, CO, OH, NH2, C ഡബിൾ ബോണ്ട് C, C ട്രിപ്പിൾ ബോണ്ട് C, പ്രിഫിക്സ് മാത്രമുള്ള ആളുകൾ ബ്രാഞ്ച്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിക്ക് പലതും ഇങ്ങോട്ട് കയറ്റിക്കൊള്ളട്ടാ. ബ്രാഞ്ചിനാണ് പ്രയോറിറ്റി ഏറ്റവും കുറവ്. ഉറപ്പിച്ചില്ലേ? ബ്രാഞ്ചിനാണ് പ്രയോറിറ്റി ഏറ്റവും കുറവ്, നമ്മളെ മീതയിലും ഒക്കെ. ഇനി നോക്കൂ, ഡബിൾ ബോണ്ടിനെക്കാളും ട്രിപ്പിൾ ബോണ്ടിനെക്കാളും പ്രയോറിറ്റി കൂടുതലാണ് ആർക്ക്? സഫിക്സ് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക്. നമ്മളെ മനസ്സിൽ ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കട്ടെ. ഡബിൾ ബോണ്ടിനെക്കാളും ട്രിപ്പിൾ ബോണ്ടിനെക്കാളും പ്രയോറിറ്റി കൂടുതലാണ് സഫിക്സ് വരുന്ന ആളുകൾക്ക്. എന്നാൽ പ്രിഫിക്സ് മാത്രം വരുന്ന ആളുകൾക്ക് ഡബിൾ ബോണ്ടിനെക്കാളും ട്രിപ്പിൾ ബോണ്ടിനെക്കാളും പ്രയോറിറ്റി കുറവാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് ബാക്കി പഠിക്കാം. 2-3 ക്വസ്റ്റ്യൻ ചെയ്താൽ അപ്പൊ കിട്ടും. എഴുതില്ലോ? പേജ് മറിക്കുന്നുണ്ട്.
നമ്പർ 1 ദാ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ നിങ്ങൾ എന്ത് പേരിടും? ഈ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കൂല, സിമ്പിൾ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കൂല. ഇവിടെ 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, COH ഉണ്ട്, OH ഉണ്ട്. ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? നിങ്ങൾ പറ, ചാറ്റ് ചെയ്തോളൂ. ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? oic acid. അല്ല, COH അല്ലേ? അപ്പൊ ഇതിൽ പ്രയോറിറ്റി കൂടിയ ആള് COH ആയതുകൊണ്ട് നിങ്ങൾ നമ്പർ കൊടുക്കുമ്പോൾ അയാൾക്കാണ് ലോവസ്റ്റ് നമ്പർ വരേണ്ടത്. അയാളല്ലേ മെയിൻ. OH ഇമ്പോർട്ടൻസ് ഇല്ല, പ്രയോറിറ്റി കുറവാണ്. 1 കൊടുത്തില്ലേ? ഇവിടെ 2 കൊടുക്കുന്നു, ഇവിടെ 3 കൊടുക്കുന്നു, ഇവിടെ 4 കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്തുകൊണ്ട് COH സ്റ്റാർട്ട് ചെയ്തു? ബിക്കോസ് COH ആണ് പ്രയോറിറ്റി കൂടിയ ആള്. 1 2 3 4. ഇനി ഇവിടെയുള്ള OH പ്രയോറിറ്റി കുറവായതുകൊണ്ട് അതിന് നമ്മൾ പ്രിഫിക്സ് അല്ലേ ചെയ്യുക? OH പ്രിഫിക്സ് ചെയ്യും, COH സഫിക്സ് ചെയ്യും. ആരാണോ മെയിൻ അയാളെ നമ്മൾ സഫിക്സ് ചെയ്യും, ആരാണോ സബ് അയാളെ നമ്മൾ പ്രിഫിക്സ് ചെയ്യും. OH പ്രിഫിക്സ് നിങ്ങൾ പറ, നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാവില്ല. ഹൈഡ്രോക്സി. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ പേര് നിങ്ങളൊരു ഐഡിയ വെച്ച് നിങ്ങളുടെ എഴുതും. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. മൂപ്പരെ പ്രിഫിക്സ് ചെയ്താൽ മതി, OH പ്രിഫിക്സ് ചെയ്താൽ മതി. COH പിന്നെ സഫിക്സ് നമ്മൾ നേരത്തെ ചെയ്താണല്ലോ. ധൈര്യമുള്ളവര് എല്ലാരും കാണുന്ന രീതിയിൽ ചാറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് എനിക്ക് നേരിട്ട് ചാറ്റ് ചെയ്യാം. കിട്ടിയാ? തെറ്റോ നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കും. നിങ്ങളെ പേര് ഇങ്ങോട്ട് പോരട്ടെ. ഇങ്ങോട്ട് ഒരു ഉത്തരം വന്നു. അത് എല്ലാം ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളു മോളെ കേട്ടാ, ചെറിയ തെറ്റുള്ളൂ. ഞാൻ പറയട്ടെ? വെരി ഗുഡ്. ഇപ്പൊ വന്ന ആൻസർ കറക്റ്റ് ആണ്. ഇപ്പൊ വന്ന ആൻസറിൽ ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, നീ ഞാൻ പറയാം. എടാ, 3ാമത്തെ പൊസിഷനില് അതൊക്കെ ശരിയാട്ടോ. വെരി ഗുഡ്, ഒക്കെ ശരിയാവുണ്ട്. OH അല്ലേ? ഇതിന്റെ പേര് 3-ഹൈഡ്രോക്സി. 4 കാർബൺ അല്ലേ? ബ്യൂട്ടൻ. അവസാനത്തെ E ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ്. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. എന്ത് രസമുള്ള പേരാണ്. മൊത്തം 4 കാർബൺ, ഓയിക് ആസിഡ് എന്ന് സഫിക്സ് ചെയ്തു, ഹൈഡ്രോക്സി എന്ന് പ്രിഫിക്സ് ചെയ്തു. ബ്യൂട്ടൈന്റെ അവസാനത്തെ E ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ കാരണം? അതൊക്കെ നേരത്തെ പറഞ്ഞാണ്. എന്നാ പിന്നെ ഇത് ചെയ്തോളൂ. അടുത്ത CH3 CH2 CO CH2 NH2. നമ്പർ കൊടുക്കുക. മെയിനിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ലോങ് ചെയിൻ ആണെന്ന കാര്യം മറക്കരുത്. ലോങ് ചെയിൻ ആണെന്ന കാര്യം മറക്കരുത്.
മറന്നില്ലല്ലോ? പേര് ക്ഷമിക്കും, അപ്പോഴല്ലേ കിട്ടുള്ളൂ. ഞാൻ പതുക്കെ എണ്ണണ്ടേ. നിങ്ങൾ എണ്ണേണ്ടത് ഇതല്ലേ, കാർബൺ ചെയിൻ. NH2 കാർബൺ ഇല്ലല്ലോ. ഇതില് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? CO. അതിലൊന്നും മാറ്റില്ല, ഇയാളാണ് മെയിൻ, ഇയാള് സബ്ബ. നിങ്ങൾ നമ്പർ കൊടുക്കേണ്ടത് ഇവിടുന്നല്ലേ. 1 2 3 4. എന്താ കാണുന്നറിയോ? CO ആണ് മെയിൻ എങ്കിലും അയാൾക്ക് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം എന്നാണ് റൂള്. അയാളെ വെച്ച് തുടങ്ങണം എന്ന റൂളില്ല. അപ്പൊ ലെഫ്റ്റ് തന്നെ സംഭവിക്കുക, ലെഫ്റ്റ് തണ്ണിയാൽ മൂന്നാമത്തെ പൊസിഷനിലെ മൂപ്പര് വരുള്ളൂ. റൈറ്റ് നിന്നുമ്പോ 2 വരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും മക്കളെ NH2 ചെറിയ നമ്പർ കിട്ടിയല്ലോ എന്ന് വിഷമിക്കരുത് കേട്ടോ. 2 സൈഡിൽ നിന്ന് എണ്ണുമ്പോ COക്ക് ചെറിയ നമ്പർ വന്നിട്ടുണ്ട്. ഇനി പേര് പറ. ഒന്നാമത്തെ പൊസിഷനിൽ NH2 1 അമിനോ. നിങ്ങൾക്ക് 1 എഴുതാം, 1 എഴുതാതിരിക്കാം. 1 അമിനോ. മക്കളെ ശ്രദ്ധിക്കും, ബ്യൂട്ടൻ-2-on എന്ന 1 അമിനോ. അമിനോ അമീൻ എന്നല്ല. ഒരു കുട്ടി അമീൻ എന്ന് ചാറ്റ് ചെയ്ത്, അമീൻ എന്നല്ല, അമിനോ. പ്രിഫിക്സ് അമിനോ എന്നല്ലേ. 1 അമിനോ. ബ്യൂട്ടൻ-2-on. ഒരു കുട്ടി ബ്യൂട്ടി-2-on എന്ന് ചാറ്റ് ചെയ്ത്, ബ്യൂട്ട് അല്ലല്ലോ, ബ്യൂട്ടൻ. ബ്യൂട്ടൻ-2-on. 1 അമിനോ, ബ്യൂട്ടൻ-2-on. കാരണം പ്രിഫിക്സ് അമിനോ എന്നല്ലേ, അമിനോ. അടുത്തത് 2-3 ക്വസ്റ്റ്യൻ റെഡി ആവും. വേഗം പേരിടും, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. രണ്ട് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ടോ. ഇവിടെ ഒന്ന് OH ആണ്, ഒന്ന് CL ആണ്. ഈ CLന്റെ പ്രത്യേകം എന്താ? അതിന് പ്രിഫിക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന് പ്രിഫിക്സ് മാത്രം. അപ്പൊ നമ്പർ കൊടുക്കല്ലേ. OH-നല്ലേ ചെറിയ നമ്പർ ഉണ്ട്. 1 2 3 4. 1 2 3 4. വേഗം കമന്റ് ചെയ്യൂ, ചാറ്റ് ചെയ്യൂ. ക്ലോറിൻകാണ് പ്രിഫിക്സ്, OH-നാണ് സഫിക്സ്. ഒരു ഉത്തരം പോറ്റെ. ഒരു ഉത്തരം വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതില് ആ പൊസിഷൻ എഴുതിയോടത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഒരാളത് കറക്റ്റ്. അടുത്ത ആളത് മക്കളെ ഹാലോ എന്ന് കൊടുക്കരുത് കേട്ടോ. ഇവിടെ ഹാലോ എന്ന് പറയുമ്പോ ക്ലോറിൻ ആണ്, അപ്പൊ ക്ലോറോ എന്ന് കൊടുക്കണം. പേര് ഞാൻ എഴുതാം, 3 ക്ലോറോ ബ്യൂട്ടൻ. മക്കളെ 2-ol. അത് വേണ്ടേ? രണ്ടാമത്തെ പൊസിഷനിലല്ലേ OH ഒന്നുള്ളത്. മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. 3 ക്ലോറോ ബ്യൂട്ടൻ 2-ol. 3 ക്ലോറോ ബ്യൂട്ടൻ 2-ol. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുഴപ്പമില്ല. വേഗം ചെയ്തോളൂ. OH-ഉം NH-ഉം വരുമ്പോ ആരാണോ മെയിൻ അയാൾക്ക് ചെറിയ നമ്പർ വരണം.
OHും NH2ലും ആരാണോ മെയിൻ അയാൾക്ക് ചെറിയ നമ്പർ ആയിട്ട്. പറയട്ടെ, OH അല്ലടാ മെയിൻ. 1 2 3 4 5 6. വേഗം ചാറ്റ് ചെയ്യൂ. ഇത് സൈക്ലിക് കോമ്പൗണ്ട് ആട്ടോ. NH2 ആണ് സബ്. വെരി ഗുഡ്, വെരി ഗുഡ്. മോളെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലേ നോക്ക്. മൊത്തം 6 കാർബൺ ഉണ്ട്. അത് സൈക്ലിക് അല്ലേ? സൈക്ലിക്. വെരി ഗുഡ്, വെരി ഗുഡ്. എടാ ഇതിന്റെ പേര് നോക്കൂ. 4ാമത്തെ പൊസിഷനിൽ അമിനോ. എന്നിട്ട് നിങ്ങള് സൈക്ലോ ഹെക്സനോൾ എന്ന് എഴുതണം. സൈക്ലോ എന്ന് ആദ്യം എഴുതരുത്. അമിനോ ഒക്കെ പ്രിഫിക്സ് ആണ്. സൈക്ലോ ഹെക്സനോൾ. 4 അമിനോ സൈക്ലോ ഹെക്സനോൾ. ഇത്രേട്ടാ. ഇനി ബെൻസീനുമായി ബന്ധപ്പെട്ട നെയിമിംഗ് ഉണ്ട്. അത് നമ്മൾ ആ ബെൻസീന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. 4 അമിനോ സൈക്ലോ ഹെക്സനോൾ. ഇത്രയാണ് റൂൾസ് കേട്ടോ. അപ്പൊ നിങ്ങൾ NCERT ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ റൂളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.